Second chapter, the biological classification. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇൻ ദാറ്റ് നമ്മുടെ ഏൻഷ്യൻ്റ് അതായത് നമ്മുടെ പൂർവികർ വന്നിട്ട് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് അവരുടെ യൂസ് ആൻഡ് ഡിസ്യൂസും അനുസരിച്ചിട്ടാണ്. അതേപോലെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് കൊണ്ടുവന്ന അരിസ്റ്റോട്ടിലാണ് സയൻറ്റിഫിക് വേയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അത് പ്ലാന്റ്സിനെ എങ്ങനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ പ്ലാന്റ് ഹി ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ഇൻ ടു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. അതേപോലെ ആനിമൽസിനെ അദ്ദേഹം എനായിമ അനായിമ എന്ന് ക്ലാസിഫൈ ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഗാനിസത്തിന് റെഡ് ബ്ലഡ് ഉള്ളതിനെ എനായിമ എന്നും ഓർഗാനിസത്തിന് റെഡ് ബ്ലഡ് ഇല്ലാത്തതിനെ അനായിമ എന്നുമാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. എനായിമ ആൻഡ് അനായിമ. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ വളരെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് ഏത് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അനുസരിച്ച് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഒന്നോ രണ്ടോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സായി കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഒന്നോ രണ്ടോ ക്യാരക്ടർ വെച്ച് കൺസിഡർ ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനൊരു എക്സാമ്പിളാണ് കെറലസ് ലിനേയസ്. അദ്ദേഹം പ്ലാന്റ്സിനെ 24 ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ആ പ്ലാന്റിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുക്ക് സ്പീഷീസ് പ്ലാന്റാരത്തിലാണ്. അപ്പോൾ ഈ 24 ക്ലാസ്സായിട്ട് അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഓഫ് ദ സെക്സ് ഓർഗൻ അനുസരിച്ചാണ്. അതായത് എത്ര സെക്സ് ഓർഗൻ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം ഉണ്ട് എന്നനുസരിച്ചാണ് അദ്ദേഹം ഈ പ്ലാന്റ്സിനെ 24 ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഇനാഡിക്വേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡെവലപ്പ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദാറ്റ് വാസ് നാച്ചുറൽ ടാക്സോണമി. നാച്ചുറൽ ടാക്സോണമിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, ഫിസിയോളജി, ഓണ്ടോജനി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ ബേസിസ് കേട്ടോ. അതേപോലെ റീപ്രൊഡക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, സൈറ്റോ കെമിസ്ട്രി കൺസിഡർ ചെയ്യുന്നുണ്ട്, ബയോ കെമിസ്ട്രി കൺസിഡർ ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെൻ്റൽ ടാക്സോണമി, അങ്ങനെ കുറേ ബ്രാഞ്ചസ് ഓഫ് ബയോളജി അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ടാക്സോണമി ഓർ ബ്രാഞ്ചസ് ഓഫ് വാട്ട് ടു സേ ദ അവയർനെസ് ഓഫ് ദാറ്റ് ഓർഗാനിസം. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ബന്ധം ആൻഡ് ഹൂക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഹി wrote about those plants in Genera Plantarum. അദ്ദേഹം എഴുതിയ ബുക്കാണ് Genera Plantarum. അപ്പോൾ സ്പീഷീസ് പ്ലാന്റാരം ലിനേയസിന്റെ Genera Plantarum ബന്ധം ആൻഡ് ഹൂക്കറിൻ്റെയാണ്. ഇതിനകത്ത് നാച്ചുറൽ ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ക്യാരക്ടർ ഉണ്ട്. അതാണ് അതിൻ്റെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസെസ്ട്രൽ ഹിസ്റ്ററിയാണ്. അത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത് യെംഗ്ലർ ആൻഡ് പ്രാൻഡിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. യെംഗ്ലർ ആൻഡ് പ്രാൻഡിൽ. അതേപോലെ അവർ ആ ആൻസെസ്ട്രൽ ഹിസ്റ്ററിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് അത് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബുക്ക് എഴുതിയതാണ് ഡൈനാച്ചുറലിക്കൻ ഫ്ലാസൻസ് ഫെമിലിയൻ. ഡൈനാച്ചുറലിക്കൻ ഫ്ലാസൻസ് ഫെമിലിയൻ. ഓക്കെ, ഇനി ഇത്രയും ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് കൺഫ്യൂസിങ് ടു സോർട്ട് ഔട്ട് ദീസ് ഓർഗാനിസം അക്കോർഡിംഗ് ടു ദർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. എല്ലാം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ അത്ര ഈസി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് ഡെവലപ്പ് ടു ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ കമ്പ്യൂട്ടറും കൂടി ഉൾപ്പെടുത്തിയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോൾ ദാറ്റ് വാസ് ഈസി ഫോർ അസ് ടു ക്ലാസിഫൈ ദ ലിവിങ് ഓർഗാനിസം. ബിക്കോസ് അതിനകത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ തന്നെ ആ ഓർഗാനിസത്തിനെ ക്യാരക്ടർ വെച്ച് ക്ലാസിഫൈ ചെയ്യും. സോ ഇറ്റ് വാസ് ഈസി ഫോർ ദ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഓർത്തിരിക്കാനുള്ളത് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ പറയുന്ന വേറൊരു പേരാണ് ക്ലാഡിസ്റ്റിക്സ്. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ പറയുന്ന വേറൊരു പേരാണ് ക്ലാഡിസ്റ്റിക്സ്. അതേപോലെ ന്യൂമറിക്കൽ ടാക്സോണമിക്ക് പറയുന്ന വേറൊരു പേരാണ് ഫെനറ്റിക്സ്. ഓക്കെ, ഇനി നമുക്ക് ഒരു 2-3 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിവിടെ ചോദിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. അതായത് എന്താണ് കീമോടാക്സോണമി? കീമോടാക്സോണമി എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് പ്രസന്റ് ഇൻസൈഡ് ദ സെൽ. സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലിരിക്കുന്ന കെമിക്കൽസിനെ വെച്ചിട്ട് കെമിക്കൽസിന്റെ ക്യാരക്ടർ അനുസരിച്ച് എന്താ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലിരിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ബയോ കെമിക്കൽസ് ആണ്. ഏതൊക്കെയാണ് ബയോ കെമിക്കൽസ് എന്ന് പറയുന്നത്? ദാറ്റ് ഇൻക്ലൂഡ് അമിനോ ആസിഡ്, ഇറ്റ് ഇൻക്ലൂഡ് പ്രോട്ടീൻ, ഷുഗർ മോളിക്യൂൾ, ആൽക്കലോയിഡ്സ്, അങ്ങനെ കുറേ മോളിക്യൂൾസിന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് നമ്മളത് കീമോടാക്സോണമിയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. വാട്ട് ഈസ് സൈറ്റോടാക്സോണമി?
Cytological studies, that is number of chromosomes, അതേപോലെ തന്നെ some structure related to behavior of ക്രോമസോമിന്റെ സ്ട്രക്ചറും ബിഹേവിയറും അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്രോമസോംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സൈറ്റോടാക്സോണമിയിലാണ്. ഇത് ഞാനിവിടെ സെപ്പറേറ്റ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നമ്മൾ ക്രോമസോം നമ്പർ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ, വിച്ച് ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് എന്ന് ചോദിച്ചു. അപ്പോൾ സൈറ്റോടാക്സോണമി ആണോ കീമോടാക്സോണമി ആണോ അങ്ങനെയായിരുന്നു അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. So the chemotaxonomy in which, cytotaxonomy in which the number of chromosomes are also included. Okay, now ഇനി ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലിനേയസ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത് അപ്പോൾ കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമേലിയ എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കിങ്ഡം പ്ലാന്റ് ആനിമേലിയ ഈ 2 ഗ്രൂപ്പ് മാത്രം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഓർഗാനിസംസ് മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതായത് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസും യൂക്യാരിയോട്ടിക് ഓർഗാനിസംസും തമ്മിലൊരു ഡിഫറൻസും ഇല്ലാതെ അതെല്ലാം കൂടി ഒരു ഗ്രൂപ്പിൽ, അതേപോലെ പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസ്, യൂണിസെല്ലാർ ഓർഗാനിസംസും മൾട്ടി സെല്ലാർ ഓർഗാനിസംസും എല്ലാം കൂടി ഒരു ഗ്രൂപ്പിൽ, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉള്ളതും സെൽ വാൾ ഉള്ളതും എല്ലാം കൂടി ഒരു ഗ്രൂപ്പിൽ. അങ്ങനെ വരുമ്പോൾ അതൊരു ഇനാഡിക്വേറ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെ that lead to the development of next classification, that was 3 kingdom classification. 3 kingdom classification ആക്ച്വലി പ്രപ്പോസ് ചെയ്ത ഹെയ്ക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ യൂണിസെല്ലാർ ആൽഗെ ആൻഡ് ഫംഗൈ അദ്ദേഹം ബാക്കി എല്ലാ ഓർഗാനിസത്തിൽ നിന്നും, അതായത് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഒക്കെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തപ്പോൾ ഹി ഗോട്ട് ദ നെക്സ്റ്റ് കിങ്ഡം, ദാറ്റ് വാസ് കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പോൾ ഹെയ്ക്കലിൻ്റെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്ന 3 കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കിങ്ഡം പ്ലാന്റ്, ആനിമേലിയ ആൻഡ് പ്രോട്ടിസ്റ്റ. ഇനി അത് തന്നെ നോക്കുമ്പോൾ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഈ യൂണിസെല്ലാർ ഓർഗാനിസത്തിലെ പ്രോക്യാരിയോട്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്താ പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്? പ്രോപ്പറായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാത്തതിനെയാണ് നമ്മൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിൽ കിടക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ ദാറ്റ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന കോപ്ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. കോപ്ലാൻഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി എല്ലാ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിനെയും, അതായത് ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അദ്ദേഹം നെക്സ്റ്റ് കിങ്ഡം ഉണ്ടാക്കി, ദാറ്റ് ഈസ് കിങ്ഡം മൊണീറ. അപ്പോൾ 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമുക്ക് 4 കിങ്ഡംസ് ഉണ്ട്: കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. ഇനി ആ 4 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഇനാഡിക്വേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ 5 കിങ്ഡം പ്ലാന്റിൽ തന്നെയായിരുന്നു ഫംഗൈ വരുന്നത്. ആ ഫംഗൈയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൽ വോൾ പ്ലാന്റ്സിൻ്റെ സെൽ വോൾ പോലെയല്ല. അതൊരു കോംപ്ലക്സ് പോളിസാക്കറൈഡ് കൊണ്ടുണ്ടാക്കിയതാണ്. അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ പ്ലാന്റ്സിൻ്റെ സെൽ വോൾ സെല്ലുലോസും ഹെമി സെല്ലുലോസും പെക്ടോസും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതേപോലെ തന്നെ പ്ലാന്റ്സ് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ്, ഫംഗൈ വന്നിട്ട് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഓർഗാനിസംസ് ഒരു ഗ്രൂപ്പിനകത്ത് കിടക്കുന്നത്. ദാറ്റ് ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ നെക്സ്റ്റ് കിങ്ഡം, ദാറ്റ് ഈസ് ദ കിങ്ഡം ഫംഗൈ. അങ്ങനെ RH പിറ്റേക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1969 പ്രപ്പോസ് ചെയ്തത്. അതിനകത്ത് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്ത കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം ഫംഗൈ ആണ്. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ. ഇതായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡം. ഇനി ഇത് കറക്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് വാസ് ഓൾമോസ്റ്റ് കറക്റ്റ് ആൻഡ് നൗ ഓൾസോ വി ആർ ഫോളോയിങ് ദിസ് വൺ. നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അത് പോരാന്ന് തോന്നിയപ്പോൾ, അതായത് കിങ്ഡം മൊണീറ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിനെ അവർക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് 2 ഡൊമെയിൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ആർക്കിയും ഒന്ന് യു ബാക്ടീരിയ. ഓക്കെ, അതായത് ഈ എൻറ്റയർ ഓർഗാനിസത്തിന് 3 ഡൊമെയിൻസ് ആയിട്ടാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ദ സയൻറ്റിസ്റ്റ് കാൾ വോയ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം എല്ലാ ഓർഗാനിസത്തിനെയും കൂടി കൂടിയിട്ട് 3 ഡൊമെയിൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആ 3 ഡൊമെയിൻസ് എന്ന് പറയുന്നത് ആർക്കി, യു ബാക്ടീരിയ ആൻഡ് യൂക്യാരിയ. അങ്ങനെ 3 ഡൊമെയിൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഈ ആർക്കിയും യു ബാക്ടീരിയയും നമ്മുടെ കിങ്ഡം മൊണീറ എന്നുള്ള 2 ഡിവിഷൻസ് ആണ്. അതങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കിങ്ഡം മൊണീറയിൽ കാണുന്ന പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ്, അതായത് ബാക്ടീരിയ 2 തരത്തിലുണ്ട്. ചില ബാക്ടീരിയ എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ ജീവിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ദെയർ പെക്യൂലിയാരിറ്റി ഓഫ് സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിൻ. അവരുടെ സെൽ വാളിൻ്റെ സെൽ മെംബ്രെയിൻ്റെ പ്രത്യേകത കൊണ്ട് അവർക്ക്
എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിന് 2 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഡൊമൈൻ എന്താണ് ആർക്കിയിൽ ഒരു കിങ്ഡം ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയിൽ ഒരു കിങ്ഡം യു ബാക്ടീരിയ തന്നെ, അങ്ങനെ 2 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ യൂകാരിയ എന്ന് പറയുന്ന ഡൊമൈനകത്ത് 4 കിങ്ഡം, അത് ആസ് യൂഷ്വൽ ഇൻ RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ ഈ യൂകാരിയയുടെ ക്ലാസിഫിക്കേഷൻ പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റി ആൻഡ് ആനിമേലിയ എന്ന് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് 6 കിങ്ഡം കിട്ടി. അപ്പോൾ കാൾവോയിസിന്റെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് അദ്ദേഹം 3 ഡൊമൈൻ ആയിട്ടാണ് ആദ്യം ക്ലാസിഫൈ ചെയ്തത്. അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് കിങ്ഡം മൊണീറേനെ 2 ഡൊമൈൻ ആയിട്ട് അദ്ദേഹം തിരിച്ചു. അത് ആർക്കിയും ബാക്ടീരിയയും ആയിട്ട് തിരിച്ചു. ആർക്കിയിൽ വരുന്ന കിങ്ഡാണ് ആർക്കി ബാക്ടീരിയ, അതിനകത്ത് ഒരു സിംഗിൾ കിങ്ഡേ ഉള്ളൂ. ബാക്ടീരിയയിൽ വരുന്ന കിങ്ഡാണ് യു ബാക്ടീരിയ, അതിനകത്തും ഒരു സിംഗിൾ കിങ്ഡേ ഉള്ളൂ. ആൻഡ് യൂകാരിയ 4 കിങ്ഡം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ആർക്കിയും യു ബാക്ടീരിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ആർക്കി ബാക്ടീരിയയുടെ സെൽ വോളും യു ബാക്ടീരിയയുടെ സെൽ വോളും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആർക്കി ബാക്ടീരിയയുടെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്യൂഡോ മ്യൂറിൻ കൊണ്ടാണെങ്കിൽ യു ബാക്ടീരിയയുടെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് മ്യൂറിൻ കൊണ്ടാണ്, അതായത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കൊണ്ടാണ്. മറ്റേതിനകത്ത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ പോലത്തെ ഒരു സ്ട്രക്ചർ കൊണ്ടാണ്. അതേപോലെ സെൽ മെംബ്രെയിൻ ഓഫ് ദ ആർക്കി ബാക്ടീരിയ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോസ്ഫോലിപ്പിഡ് കൊണ്ട് തന്നെയാണ്. പക്ഷേ ലിപ്പിഡ് മോളിക്യൂൾസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റർ ബോണ്ടിന് പകരം ഈത്തർ ബോണ്ടാണ് ആർക്കി ബാക്ടീരിയയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. യു ബാക്ടീരിയയിൽ ഈ എസ്റ്റർ ബോണ്ടാണ് ലിപ്പിഡ് മോളിക്യൂളിനെ കണക്ട് ചെയ്യുന്നത്. അതേപോലെ അൺബ്രാഞ്ച്ഡ് ലിപ്പിഡാണ് യു ബാക്ടീരിയയിൽ കാണുന്നതെങ്കിൽ ആർക്കി ബാക്ടീരിയയിൽ ബ്രാഞ്ച്ഡ് ലിപ്പിഡാണ് കാണുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ആർക്കി ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ യു ബാക്ടീരിയയ്ക്ക് എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതേപോലെ നമ്മൾ നോക്കിയാൽ ആർക്കി ബാക്ടീരിയയുടെ ജീൻസും സെവറൽ മെറ്റാബോളിക് ആക്ടിവിറ്റീസും അത് യു കാരിയോട്ടിക് ഓർഗാനിസത്തിന് സിമിലർ ആണ് കേട്ടോ. അതായത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ യു കാരിയോട്ടിക് ഓർഗാനിസത്തിനോട് സിമിലർ ആയിട്ടുണ്ട്. പ്രോ കാരിയോട്ടിക് ഓർഗാനിസത്തിനേക്കാൾ അവർക്ക് സിമിലാരിറ്റി കൂടുതലുള്ള യു കാരിയോട്ടിക് ഓർഗാനിസത്തിനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ നിന്ന് എടുത്തു. Now we can see the RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അവർ കൺസിഡർ ചെയ്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് സെൽ ടൈപ്പ്, സെൽ വോൾ, ന്യൂക്ലിയർ മെമ്പറൈൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്. ഇത് ശരിക്കും പറഞ്ഞാൽ RH വിറ്റേക്കർ കൺസിഡർ ചെയ്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രോകാരിയോട്ടിനെയും യൂകാരിയോട്ടിനെയും ഒക്കെ തമ്മിൽ വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽ വോൾ ഉള്ളതിനെയും ഇല്ലാത്തതിനെയും വേർതിരിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളതിനെയും ഇല്ലാത്തതിനെയും വേർതിരിച്ചിട്ടുണ്ട്. ബോഡി ഓർഗനൈസേഷൻ സെല്ലാണോ, യൂണിസെല്ലുലാർ ആണോ, മൾട്ടി സെല്ലുലാർ ആണോ, ടിഷ്യൂ ഓർഗൻ ആണോ, ഓർഗൻ സിസ്റ്റം ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോഡ് ഓഫ് ന്യൂട്രീഷനും കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ RH വിറ്റേക്കറിന്റെ പർട്ടിക്കുലർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എത്തിയപ്പോൾ അദ്ദേഹം കൺസിഡർ ചെയ്ത മെയിൻ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ വാസ് the cell structure, body organization, mode of nutrition, reproduction and phylogenetic relationship ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഓരോ പോയിന്റ് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇല്ലാത്ത ഒരു മേജർ ക്രൈറ്റീരിയ അല്ലാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് സാധാരണ നമ്മൾ റീപ്രൊഡക്ഷൻ എഴുതാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടേബിളിൽ നമുക്ക് റീപ്രൊഡക്ഷൻ കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷേ ഈ ടേബിൾ ബേസ് ചെയ്തേക്കുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ ഓർഗാനിസത്തിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, എത്ര ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു പാരഗ്രാഫിലാണ് ഏതൊക്കെയാണ് മേജർ ക്രൈറ്റീരിയ കൺസിഡർഡ് ബൈ RH വിറ്റേക്കർ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ 5 കിങ്ഡം ആൻഡ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, പലപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഓർഗാനിസത്തിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു ഐഡിയ കൊടുക്കുന്ന രീതിയിലാണ് RH വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതെന്താ അങ്ങനെ പറയാമെന്ന് വെച്ചാൽ
നമ്മൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിനെ എല്ലാത്തിനെയും കൂടി ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ട് അതിനെ മൊണീറ എന്നാണ് വിളിച്ചത് RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷന്. പക്ഷേ ബോട്ടണിസ്റ്റ് നമ്മൾ മൊണീറ കിങ്ഡം മൊണീറ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റേ പഠിക്കുമ്പോൾ ആ കിങ്ഡം പ്ലാന്റയിൽ അദ്ദേഹം ആദ്യം പഠിക്കുന്ന ഓർഗാനിസം കിങ്ഡം മൊണീറയിൽ വരുന്ന സൈനോബാക്ടീരിയ എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈനോബാക്ടീരിയയ്ക്ക് സെൽ വോൾ ഉണ്ട്, അതേപോലെ സൈനോബാക്ടീരിയയിൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉണ്ട്. ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ മോളിക്യൂൾ ആണ്. ഈ ക്ലോറോഫിൽ മോളിക്യൂൾ സാധാരണ ഹയർ പ്ലാന്റ്സിൽ കാണുന്ന അതേ തരത്തിലുള്ള ക്ലോറോഫിൽ മോളിക്യൂളാണ് ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആയിട്ടുള്ള സൈനോ ബാക്ടീരിയയിലും കാണുന്നത്. അതിന് ബ്ലൂ ഗ്രീൻ കളറാണ്. അതുകൊണ്ട് തന്നെ അതിന് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ആൽഗെ ഗ്രൂപ്പിലാണ് ഈ സൈനോ ബാക്ടീരിയനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ സൈനോ ബാക്ടീരിയ എന്താണ്, ഒരു കിങ്ഡം മൊണീറയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ്, അതല്ലാതെ കിങ്ഡം പ്ലാന്റയിൽ വരുന്ന ഒരു ഓർഗാനിസം അല്ല. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കിങ്ഡം മൊണീറ ഇൻക്ലൂഡ് സൈനോ ബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയാം. ഇനി നമ്മൾ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കിങ്ഡം RH വിറ്റേക്കറിന്റെ കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഓട്ടോട്രോഫിക് ഓർഗാനിസംസും ഉണ്ട്, ഹെട്രോട്രോഫിക് ഓർഗാനിസംസും ഉണ്ട്, സെൽവോൾ ഉള്ളതും സെൽവോൾ ഇല്ലാത്തതുമായിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. ചില ആളുകൾ, അതായത് ഒരു ബോട്ടണിസ്റ്റ് കിങ്ഡം പ്രോട്ടിസ്റ്റേനെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം ചില ഓർഗാനിസംസ്, അതായത് ക്ലാമിഡോമോണാസ്, ക്ലോറല്ല, അങ്ങനത്തെ തരത്തിലുള്ള ഓർഗാനിസംസ് ഒക്കെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി കാണിക്കുന്നതുകൊണ്ട് അത് യൂണിസെല്ലുലാർ ആൽഗയിൽ പ്ലാന്റയിലാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷേ സൂവോളജിസ്റ്റ് പാരമീഷ്യം അമീബ എന്നൊക്കെ കാണുമ്പോൾ അതിന് സെൽവോൾ ഇല്ല, ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആയതുകൊണ്ട് കിങ്ഡം ആനിമേലിയയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്തായി, ഇതൊരു കൺഫ്യൂസിങ് ഗ്രൂപ്പായി. ഇനി നമ്മൾ യൂഗ്ലിനോയിഡിൻ്റെ കാര്യം എടുത്തു നോക്കിയാലോ, പ്രോട്ടിസ്റ്റയിൽ വരുന്ന യൂഗ്ലിനോയിഡിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ അവർ ചിലപ്പോൾ പ്ലാന്റ്സിൻ്റെ ക്യാരക്ടറും കാണിക്കും, ചിലപ്പോൾ ആനിമൽസിൻ്റെ ക്യാരക്ടറും കാണിക്കും. അപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് അത് വെദർ ഇറ്റ് ഹാസ് ടു ബി സ്റ്റഡീഡ് അണ്ടർ പ്ലാന്റ്സ് ഓർ ആനിമൽസ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് RH വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരാനില്ല. കാരണം RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിനെയാണ്. അത് വാട്ട് എവർ ക്യാരക്ടറിസ്റ്റിക് കാണിച്ചാലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫണ്ടമെന്റൽ ഫീച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അതിൻ്റെ ബോഡി ഓർഗനൈസേഷൻ യൂണിസെല്ലുലാർ ആയതുകൊണ്ട് അതിനെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ RH വിറ്റേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നെക്സ്റ്റ് നമുക്ക് ഓരോരോ കിങ്ഡം പഠിക്കാം. ഫസ്റ്റ് വൺ വി ആർ സ്റ്റഡിങ്, ദാറ്റ് ഈസ് കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൈക്രോ ഓർഗാനിസംസ് ആസ് ബാക്ടീരിയനെയാണ് കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്ടീരിയനെ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല. ആദ്യമായിട്ട് ബാക്ടീരിയനെ കണ്ടത് ആന്റണി വാൻ ലിവൻഹൂക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ ബാക്ടീരിയ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിലും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനിലും കാണുന്നതാണ്. അതായത് നമുക്ക് ഹോട്ട് സ്പ്രിംഗിൽ കാണാം, ഡെസേർട്ടിൽ കാണാം, സ്നോയിൽ കാണാം, ഡീപ്പ് ഓഷ്യൻസിൽ കാണാം. ഓക്കെ, ഇങ്ങനെയുള്ള പല ഏരിയയിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ബാക്ടീരിയനെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് കോക്കൈ, ബാസില്ലൈ, സ്പൈറില്ല, വിബ്രിയോ. കോക്കൈ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ഉള്ള ഓർഗാനിസം ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ്. റോഡ് ഷേപ്പ് ബാക്ടീരിയ റോഡ് ഷേപ്പ് ബാക്ടീരിയക്കാണ് ബാസിലസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എസ്ക്രീഷ്യ കൊളൈ. എസ്ക്രീഷ്യ കൊളയൊക്കെ സാധാരണ നമ്മൾ പഠിക്കുന്ന ഓർഗാനിസം ആണ് അല്ലേ. സ്ട്രെപ്റ്റോകോക്കസും നമ്മൾ സാധാരണ പഠിക്കുന്ന ഓർഗാനിസം ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക് ഐസൊലേറ്റ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കസിൽ നിന്നാണ്. സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെ നമ്മുടെ സ്കിന്നിന്റെ സർഫസിൽ കാണുന്ന നോർമൽ ഫ്ലോറയിൽ വരുന്ന ഓർഗാനിസം ആണ്. പിന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. ദെൻ കോമ ഷേപ്ഡ് ബാക്ടീരിയക്കാണ് നമ്മൾ വിബ്രിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിബ്രിയം. വിബ്രിയം അതിന് എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ സ്പൈറിലം, സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയക്കാണ് നമ്മൾ സ്പൈറിലം എന്ന് പറയാം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് എക്സാമ്പിൾ. സ്പൈറിലം എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് സ്പൈറിലം വോളുട്ടൻസ്, ക്യാമ്പൈലോ ബാക്ടർ ജെജുനി എന്നൊക്കെ പറയുന്ന ഓർഗാനിസംസ് സ്പൈറോകീറ്റ്സിന് അല്ലെങ്കിൽ സ്പൈറിലത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നൗ ഈ ബാക്ടീരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ടീരിയനെ കവർ ചെയ്തിട്ട് ഒരു സെൽ വോൾ ഉണ്ട്. ആ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ സെൽ വോൾ. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സെൽ വോളിൻ്റെ കോമ്പോസിഷൻ വന്നിട്ട് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈനും N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡും ആണ്. അതിൻ്റെ പുറത്ത് സെൽ വോളിൻ്റെ ഏറ്റവും പുറത്തായിട്ട് ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന ഒരു ലെയർ കാണാം. ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത്
പ്രോട്ടീനേഷ്യസ് ഗ്ലൂക്കോസ് വിത്ത് പ്രോട്ടീൻ കണ്ടന്റ് ആണ്. ഗ്ലൈക്കോകാലിക്സ് സാധാരണ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് ടോക്സിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും, അതായത് ടോക്സിക് ആവാൻ കാരണം ഈ ഗ്ലൈക്കോകാലിക്സ് ലെയറാണ്. അതുപോലെ ഈ സെൽ വോളിൻ്റെ പെക്യൂലിയാരിറ്റി അനുസരിച്ച് നമ്മൾ ബാക്ടീരിയനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും. അതിനകത്ത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നതിൻ്റെ സെൽ വോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ മേലെ നേരിയതായിട്ടുള്ള ഒരു ലിപ്പിഡ് ലെയർ ആയിരിക്കും ഉണ്ടാവുക. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൻ്റെ മേലെ ഒരു കട്ടിയായിട്ടുള്ള ലിപ്പിഡ് മോളിക്യൂൾ ആയിരിക്കും, ലിപ്പിഡ് ലെയർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വെച്ച്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് എപ്പോഴും ബ്ലൂ കളറായിരിക്കും നമ്മൾ ഗ്രാം സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് പിങ്ക് കളറായിരിക്കും നമ്മൾ ഗ്രാം സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്. നൗ ഇഫ് യു സീ ദ ഇൻസൈഡ് ഓഫ് ദിസ് സെൽ വോൾ ദർ ഈസ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന പോർഷൻ ഏതൊരു സെല്ലെടുത്ത് നോക്കിയാലും, അത് പ്രോ ക്യാരിയോട്ടോ യു ക്യാരിയോട്ടോ എന്തോ ആയിക്കോട്ടെ, ഏതൊരു സെല്ലെടുത്ത് നോക്കിയാലും അതിൻ്റെ കോമ്പോസിഷൻ വന്നിട്ട് ഫോസ്ഫോലിപ്പിഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഫോസ്ഫോലിപ്പിഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സെൽ മെംബ്രെയിൻ അതിന് ആ ഒരു ഏരിയയിലാണ് അവിടെ അവരുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സർഫസ് ഏരിയ കൂട്ടേണ്ടതായിട്ടുണ്ട് അവർക്ക്. അങ്ങനെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് സെൽ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്ത് സൈറ്റോപ്ലാസത്തിലേക്ക് കാണുന്നതിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയാം. മീസോസോം രണ്ട് തരത്തിൽ ഇൻവാജിനേറ്റ് ചെയ്ത് കാണാം, ഒന്ന് ലാറ്ററലായിട്ടും ഒന്ന് സെപ്റ്റലായിട്ടും. ലാറ്ററൽ എന്ന് പറയുന്നത് ജസ്റ്റ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഫോർ ദ റെസ്പിറേഷൻ ആക്ടിവിറ്റി. റെസ്പിറേഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ലാറ്ററൽ മീസോസോം എന്ന് പറയുന്നത്. സെപ്റ്റൽ മീസോസോം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സെൽ ഡിവിഷൻ്റെ സമയത്ത് DNA ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സെപ്റ്റൽ മീസോസോം എന്ന് പറയുന്നത്. പിന്നെ അവർ സൈറ്റോപ്ലാസത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി എനി സെൽ ഓർഗനൽ അതർ ദാൻ നോൺ മെംബ്രേനിയസ് സെൽ ഓർഗനൽ ആസ് റൈബോസോം. റൈബോസോം അല്ലാതെ വേറൊരു സെൽ ഓർഗനലും ഇല്ല. റൈബോസോം ആണെങ്കിലോ നോൺ മെംബ്രേനിയസ് ആണ്. അതിൻ്റെ സൈസ് വന്നിട്ട് 70 S ആണ്. അതിൻ്റെ രണ്ട് സബ് യൂണിറ്റ് വന്നിട്ട് 50 years ആൻഡ് 30 years സബ് യൂണിറ്റ് ആണ്. ഓക്കെ, ആൻഡ് വി ക്യാൻ സി ദിസ് സൈനോബാക്ടീരിയയുടെ ഒക്കെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീസോസോമിന് ഞാനത് പറയാൻ വിട്ടുപോയതാ. മീസോസോമിൻ്റെ ഇൻവാജിനേഷൻ ക്രോമാറ്റോഫോറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്രോമാറ്റോഫോറായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നതിലാണ് അതിൻ്റെ കളർ പിഗ്മെൻ്റ് ഒക്കെ കാണുക. അതായത് ക്ലോറോഫിൽ എയും കരോട്ടിനോയിഡ് പിഗ്മെൻറ്റും ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ഒക്കെ അതിൻ്റെ മീസോസോം ഏരിയ, അതായത് ക്രോമാറ്റോഫോറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മീസോസോമൽ ലെയറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ സൈറ്റോപ്ലാസ്റ്റിൽ നോക്കിയാൽ അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന അതിന് പെർഫെക്റ്റ് ആയിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ. അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്നാണ് പറയുന്നത്. ആ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ബേസിക് അമൈൻസും അതുപോലെ തന്നെ ബേസിക് അമൈൻസും DNA RNAയും കൂടി ബൈൻഡ് ചെയ്ത് കാണുന്നതിനാണ് നമ്മൾ അവരുടെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോയിഡിന് പറയുന്ന വേറെ കുറച്ച് പേരുകളുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ജീനോഫോർ എന്ന് പറയുന്ന ന്യൂക്ലിയോയിഡിന് തന്നെയാണ്. പ്രോ ക്രോമോസോം എന്ന് പറയുന്ന ന്യൂക്ലിയോയിഡിന് തന്നെയാണ്. അതേപോലെ ഇൻസിപിയൻ ന്യൂക്ലിയസ് എന്ന് പറയാറുണ്ട്, അതുപോലെ ക്രോമോനീം എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ന്യൂക്ലിയസ്. അതിൻ്റെ ന്യൂക്ലിയസിന് പറയുന്ന വേറെ വേറെ പേരുകൾ. അതിൻ്റെ ന്യൂക്ലിയസ് പറയാത്തതിന് കാരണം ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയോയിഡ് അതല്ലാതെ എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് ഇവർക്ക്. അതിന് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയും. ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്ന എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഈസ് എ സിംഗിൾ സർക്കുലർ DNA ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സർക്കുലർ DNA. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചെറിയ DNA, അതിന് കുറച്ച് അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്ന ഒരു DNA ആണ് ന്യൂക്ലിയോയിഡിൻ്റെ ഒപ്പം കാണുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോയിഡിലും കാണുന്ന DNA ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആണ് കേട്ടോ, ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആണ്. അതേപോലെ പ്ലാസ്മിഡ് വന്നിട്ട് ന്യൂക്ലിയോയിഡിൽ അറ്റാച്ച് ചെയ്തിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. അങ്ങനത്തെ പ്ലാസ്മിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് എപ്പിസോം. പ്ലാസ്മിഡ് 3 തരത്തിലുണ്ട്. ഒന്ന് ആർ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുന്ന പ്ലാസ്മിഡിനെയാണ് ആർ പ്ലാസ്മിഡ് എന്ന് പറയാം.
പിന്നെ കോൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് എസ്ക്രീഷ്യ പോലെ ഉള്ള ഓർഗാനിസത്തിൽ അവർക്ക് ഒരു അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ഉണ്ട്, കൊളിസിൻ എന്ന് പറയുന്നത്. ആ ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു DNA ആണ് കോൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്ലാസ്മിഡ്, ഇവരുടെ ഉള്ളിൽ കാണുന്ന വേറൊരു പ്ലാസ്മിഡ് ആണ് എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അത് പാരാസെക്ഷൽ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ട് കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു DNA ആണ് എഫ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്മിഡ്. ഇനി നമ്മൾ ഈ ബാക്ടീരിയ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്, പക്ഷെ കോംപ്ലക്സിറ്റി വൈസ് അവർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റാബോളിക് ആൻഡ് ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി ദാറ്റ് ഈസ് സീൻ ഇൻ ബാക്ടീരിയ. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണുന്നത്, മെറ്റാബോളിക് ആൻഡ് ന്യൂട്രീഷണൽ ഡൈവേഴ്സിറ്റി കാണുന്നത് ഏത് ഗ്രൂപ്പ് ഓർഗാനിസത്തിലാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സീൻ ഇൻ കിങ്ഡം മൊണീറയിലാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നത്. അതേപോലെ ദീസ് ഓർഗാനിസം ദേ വിൽ ഡു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആർ ദെയർ, കീമോ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആർ ദെയർ, ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആർ ദെയർ. ഹെട്രോട്രോഫ് തന്നെ പലതരത്തിലുള്ള ഹെട്രോട്രോഫ് ഉണ്ട്, അതായത് സാപ്രോട്രോഫിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, അങ്ങനത്തെ പലതരത്തിൽ സിംബിയോട്ടിക് ബാക്ടീരിയാസ് ഉണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷണൽ ക്യാരക്ടേഴ്സ് ആണ്. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാജലേഷൻ നമുക്ക് കാണാൻ പറ്റും. ബാക്ടീരിയയുടെയൊക്കെ സെൽ വാളിന്റെ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ സെൽ വാളിന്റെ ഭാഗത്ത് നിന്ന് ഫ്ലാജെല്ലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ്റെ എക്സ്റ്റൻഷൻ, അതാണ് ഫ്ലാജെല്ല ലോക്കോമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. പലതരത്തിലുള്ള അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാജലേഷൻ നമ്മൾ നോക്കിയാൽ ചില ഓർഗാനിസത്തിൽ ഫ്ലാജല ഇല്ലാത്ത ഓർഗാനിസംസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന ഏട്രിക്കസ് ഓർഗാനിസം എന്നാണ്. അതായത് നോ ഫ്ലാജല ഈസ് പ്രസന്റ് ഇൻ ദാറ്റ്. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് മൈക്രോകോക്കസ് പാസ്റ്ററെല്ല. മൈക്രോകോക്കസ് ഒരു എക്സാമ്പിൾ ആണ്, പാസ്റ്ററെല്ല സെക്കൻഡ് എക്സാമ്പിൾ. അതേപോലെ മോണോട്രിക്കസ് ഫ്ലാജല്ല ഉണ്ട്. മോണോട്രിക്കസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്ലാജല്ല മാത്രം ഉള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് വിബ്രിയോ, തയോബാസിലസ്, സ്യൂഡോമോണാസ്. അതൊക്കെ മോണോട്രിക്കസിന് എക്സാമ്പിൾ ആണ്. അതേപോലെ ആംഫിട്രിക്കസ് ബാക്ടീരിയ ഉണ്ട്. ആംഫിട്രിക്കസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയയുടെ രണ്ട് കോർണറിലുമായിട്ട് ഓരോ ഫ്ലാജല്ല കാണുന്നതിനാണ് നമ്മൾ ആംഫിട്രിക്കസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് നൈട്രോസോമോണാസ്. ലോഫോട്രിക്കസ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഈസ് ദർ. ലോഫോട്രിക്കസ് ഫ്ലാജലേഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലാജല്ല അല്ലെങ്കിൽ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലാജല്ല വിച്ച് ഇസ് പ്രസന്റ് ഇൻ ബോത്ത് ദ സൈഡ്സ്. രണ്ട് സൈഡിലും ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലാജല്ല കാണുന്നതിനെയാണ് നമ്മൾ ലോഫോട്രിക്കസ് ഫ്ലാജലേഷൻ എന്ന് പറയുന്നത്. അത് സാൽമനെല്ലയിലാണ് കാണുന്നത്. അതേപോലെ സെഫാലോട്രിക്കസ് ഫ്ലാജല്ല എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയയുടെ ബോഡിയുടെ ഒരു കോർണറിൽ മാത്രം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലാജല്ല കാണുന്നതിനെയാണ് സെഫാലോട്രിക്കസ് ഫ്ലാജലേഷൻ എന്ന് പറയുന്നത്. സെഫാലോട്രിക്കസ് ഫ്ലാജലേഷൻ കാണുന്നത് കോർണി ബാക്ടീരിയത്തിൽ സെഫാലോട്രിക്കസ് ഫ്ലാജലേഷൻ കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ പെരിട്രിക്കസ് ഫ്ലാജലേഷൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ എസ്ക്രീഷ്യ കോളൈ. പെരിട്രിക്കസ് ഫ്ലാജലേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ബോഡിയുടെ സർഫസിൽ കൂടെ മുഴുവൻ ഫ്ലാജല്ല കാണാം കേട്ടോ. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ എസ്ക്രീഷ്യ കോളൈ. ഫ്ലാജല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്ലാജലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം ആർക്കി ബാക്ടീരിയ എന്താണ്. നമ്മൾ പറഞ്ഞല്ലോ 3 ഡൊമൈൻസ് വെച്ചിട്ട് ആർക്കിയും യു ബാക്ടീരിയയും അതുപോലെ തന്നെ യൂക്യാരിയയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ ബാക്ടീരിയ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ പോലും ആർക്കി ബാക്ടീരിയ എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ഹാർഷ് ഹാബിറ്റാറ്റ് സച്ച് ആസ് എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ഹാലോഫൈൽസ്, ഹോട്ട് സ്പ്രിംഗ്, തെർമോസിഡോഫൈൽസ് ഇൻ മാർഷി ഏരിയാസ് ലൈക്ക് മെത്തനോജൻസ്. നമ്മുടെ ഈ റൂമിനന്റ് ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് കൗ പോലത്തെ ഓർഗാനിസംസ് ഒക്കെ, അവരുടെയൊക്കെ ഗട്ടിൽ കാണുന്ന ഒരു നോർമൽ ഫ്ലോറയാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സെല്ലുലൈസ് എൻസൈം ഒന്നും അവരുടെ ഗട്ടിലില്ല. അതുകൊണ്ട് തന്നെ ഈ സെല്ലുലോസ് അവർ ഒരുപാട് പുല്ല് തിന്ന് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. അതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ കാണുന്ന ഒരു നോർമൽ ഫ്ലോറയാണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്. ആ മെത്തനോജൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കൗഡങ്ങൊക്കെ വെച്ചിട്ട് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഗോബർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ഈ മെത്തനോജൻസ് ബാക്ടീരിയ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ,
അതേപോലെ ഈ ആർക്കി ബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ സെൽ മെംബ്രെയിനെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതൊന്നും നോക്കിക്കൊള്ളണം കേട്ടോ. അതിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് സ്യൂഡോമ്യൂറിൻ കൊണ്ടും സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രാഞ്ച്ഡ് ലിപ്പിഡ് കൊണ്ടും അതിൻ്റെ ലിപ്പിഡിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഈത്തർ ബോണ്ടാണ് കാണുന്നത് എസ്റ്റർ ബോണ്ടിന് പകരം. അതേപോലെ അത് യൂകാരിയോട്ടിക് ഓർഗാനിസത്തിനോടാണ് കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള യു ബാക്ടീരിയ എന്ന് പറയുന്ന ട്രൂ ബാക്ടീരിയ. ഈ ട്രൂ ബാക്ടീരിയ അവർ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്, ഹെട്രോട്രോഫിക് ബാക്ടീരിയ ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ. ഈ സൈനോ ബാക്ടീരിയ സാധാരണ വന്നിട്ട് നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. പക്ഷേ ഈ സൈനോ ബാക്ടീരിയ ചില ഓർഗാനിസംസ് ലൈക്ക് ഓസിലേറ്റോറിയ അവർ ഫിലമെന്റസ് ആയിട്ടുള്ള സൈനോ ബാക്ടീരിയ ആണ്. അത് ഒരുതരം മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, അതായത് ഒരു ഓസിലേറ്ററി മൂവ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്, ഓസിലേറ്റേറിയ. അതേപോലെ നമ്മൾ ഇവിടെ കുറച്ച് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് സൈനോ ബാക്ടീരിയ എക്സാമ്പിൾ യൂണിസെല്ലുലാർ ഉണ്ട്, കൊളോണിയൽ ഉണ്ട്, ഫിലമെന്റസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യൂണിസെല്ലുലാറിന് എക്സാമ്പിളാണ് സ്പൈറുലീന, കൊളോണിയലിന് എക്സാമ്പിളാണ് അനാബീന, ഫിലമെന്റസിന് എക്സാമ്പിളാണ് ഓസിലേറ്റോറിയയിൽ നടക്കുന്ന ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ഫ്രാഗ്മെന്റേഷൻ. സാധാരണ സൈനോ ബാക്ടീരിയയിലൊക്കെ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഓസിലേറ്റോറിയയിൽ ഉണ്ടാകുന്ന സ്പെഷ്യൽ ഫ്രാഗ്മെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹോർമോഗോണിയ എന്ന് പറയുന്ന ഫ്രാഗ്മെന്റ്സ് ആണ് പുതിയ ഫിലമെന്റ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ സൈനോ ബാക്ടീരിയ സാധാരണ അതിനകത്ത് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്പെഷ്യൽ സെൽസും കാണാറുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റിൻ്റെ ഉള്ളിൽ ഇതുണ്ടാവില്ല, കളർ പിഗ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നൈട്രജൻ ഫിക്സേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന സൈനോ ബാക്ടീരിയ വെള്ളത്തിൽ കാണുമ്പോൾ അത് ആൽഗൽ ബ്ലൂം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ആൽഗൽ ബ്ലൂം എന്താണ് ചെയ്യാന്ന് വെച്ചാൽ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഹെട്രോസിസ്റ്റിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോസ്റ്റോക്ക് ആൻഡ് അനാബീന. അതുപോലെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഒക്കെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണ്. നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന സമയത്ത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയ നൈട്രൈറ്റ്, അമോണിയ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും ഇനോർഗാനിക് നൈട്രജനിൽ നിന്ന് ബൈ പ്രൊഡ്യൂസിങ് ATP മോളിക്യൂൾ. ഓക്കെ, അതുപോലെ ഇതെന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രേറ്റ് റീസൈക്ലിംഗ് ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ ഇതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ പറയുന്ന കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. ഇനി ഹെട്രോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണാറുള്ള ബാക്ടീരിയയാണ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ. സാധാരണ ഡീകമ്പോസേഴ്സ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ ഹെട്രോട്രോഫിക് ബാക്ടീരിയ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ബാക്ടീരിയനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തിനൊക്കെ വേണ്ടിയിട്ട്? കേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആന്റിബയോട്ടിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫിക്സിംഗ് നൈട്രജൻ ലെഗ്യുമിനസ് പ്ലാന്റ്സ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമന് ഫേവറബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് അതൊക്കെ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. അതുപോലെ തന്നെ പാത്തോജനിക് ഓർഗാനിസംസ് ലൈക്ക് കോളറ കോസിംഗ് ഓർഗാനിസം, ടൈഫോയിഡ്, ടെറ്റനസ് അങ്ങനത്തെ ഓർഗാനിസംസ് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ് കേട്ടോ. അപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ നമുക്ക് വേണ്ട ബാക്ടീരിയാസും, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പല ബാക്ടീരിയാസും ഇത് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. അതേപോലെ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈനറി ഫിഷൻ വഴിയാണ്. ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് ഒരു അമൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അതുപോലെ ചില ബാക്ടീരിയയ്ക്ക് എൻഡോസ്പോർ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട് അൺഫേവറബിൾ കണ്ടീഷനിൽ അവർ സർവൈവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാൽഷ്യം ഡിപ്പിക്കോളിനിക് ആസിഡിന്റെ പ്രസൻസ് കൊണ്ടാണ്. അതുപോലെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഈ മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല, സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം. അത് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഓക്കെ, സോ ഇവിടെ കുറേ പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ബാക്ടീരിയയിൽ. പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, ഇതാണ് 3 തരത്തിലുള്ള പാരാസെക്ഷൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയയിൽ നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കിങ്ഡം മൊണീറ. Kingdom Protista, it include the eukaryotic unicellular organisms. Eukaryotic unicellular organism എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ് ഉള്ള എല്ലാ ഓർഗാനിസംസും ഇൻക്ലൂഡ് ചെയ്യുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ശരിക്കും വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്രൈസോഫൈറ്റ്, ഡൈനോഫ്ലാജലേറ്റ്, യൂഗ്ലിനോയിഡ്, സ്ലൈം മോൾഡ് ആൻഡ് പ്രോട്ടോസോവൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ ഈ പ്രോട്ടിസ്റ്റൻസ് ദാറ്റ് ഈസ് എ കണക്ഷൻ ലിങ്ക് ബിറ്റ്വീൻ ദ യൂണിസെല്ലുലാർ ഓർഗാനിസം ടു മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസവും മൾട്ടിസെല്ലുലാർ ഓർഗാനിസവും തമ്മിലുള്ള ഒരു കണക്ഷൻ ലിങ്ക് നമുക്ക് പ്രോട്ടിസ്റ്റ എന്ന് കാണാൻ പറ്റും. അതായത് പ്രോട്ടിസ്റ്റ അതൊരു കണക്ഷൻ ലിങ്ക് ടുവേർഡ്സ് ഫംഗസ് ആവാം, പ്രോട്ടിസ്റ്റ കണക്ഷൻ ലിങ്ക് ടുവേർഡ്സ് ആനിമൽസ് ആവാം,
അല്ലെങ്കിൽ പ്ലാന്റ്സ് ആവാം കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോട്ടിസ്റ്റൻ ഗ്രൂപ്പ് ദാറ്റ് ഈസ് എ ബ്രിഡ്ജ് ഇൻ ബിറ്റ്വീൻ ദ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഈ ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ അണ്ടർഗോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ട്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ എന്നാണ്. അതേപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സാധാരണ നടക്കുന്ന ബൈനറി ഫിഷൻ വഴിയാണ് പ്രോട്ടിസ്റ്റയിൽ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഒന്നുപോലെ സൈഗോട്ടിക് മിയോസിസ് അതല്ലെങ്കിൽ ഗ്യാമീറ്റിക് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടാവും. അതേപോലെ ഈ പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ നമുക്ക് ന്യൂട്രീഷണൽ ബിഹേവിയർ വെച്ച് ദേ ഷോ എയ്തർ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓർ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ വി ക്യാൻ സി. ഇനി നമുക്ക് ഓരോരോ അതിനകത്ത് വരുന്ന ഓരോ ഡിവിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ക്രൈസോഫൈറ്റ്. ക്രൈസോഫൈറ്റ് എന്ന് പറയുന്നത് മറൈൻ ഹാബിറ്റാറ്റിലും ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലും കാണുന്ന ഓർഗാനിസംസ് ആണ്. അത് ഒരുതരം ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഓർഗാനിസംസ് ആണ്. അതിന് എക്സാമ്പിളാണ് ഡയാറ്റംസ്, ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗയ്ക്ക് പറയുന്ന പേരാണ് ഡെസ്മിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്രൈസോഫൈറ്റ്സിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഡയാറ്റംസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവർക്കൊരു സിലീഷ്യസ് സെൽ വോൾ ഉണ്ടാവും, അതായത് സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയ ഒരു സെൽ വോൾ ഉണ്ടാവും. അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓവർലാപ്പിംഗ് സോഫ്റ്റ് ഡിഷ് പോലെയാണ്, ഓവർലാപ്പിംഗ് ഷെല്ലായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് ആണ് അതിൻ്റെ സിലീഷ്യസ് സെൽ വോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാബിറ്റാറ്റിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാം ഈ സിലീഷ്യസ് സെൽ വോൾ വന്ന് ഡെപ്പോസിറ്റ് ആവുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡയാറ്റോമേഷ്യസ് എർത്ത്. അതിന് ഗ്രിറ്റിനെസ് ഉള്ളത് കൊണ്ട് തന്നെ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽ, സിറപ്പ് എക്സെട്ര ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതേപോലെ ഡയാറ്റംസ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ് കേട്ടോ. ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന കളർ പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ സി, അതേപോലെ സാന്തോഫിൽ പിഗ്മെന്റ്സ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതിൽ കാണുന്ന സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ല്യൂക്കോസിൻ ആണ്, അല്ലെങ്കിൽ ക്രൈസോലാമിനാരിൻ ആൻഡ് ഫാറ്റ് ഓർ ഓയിൽ. ല്യൂക്കോസിൻ ഈസ് ദ സ്റ്റോറേജ് ഫുഡ് പ്രസന്റ് ഇൻ ക്രൈസോഫൈറ്റ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് ക്രൈസോലാമിനാരിൻ എന്നാണ്. അതല്ലെങ്കിൽ ഫാറ്റും ഓയിലും ഒക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന കാണാം. അതേപോലെ ദേ ആർ ഇമ്മോട്ടൈൽ. അവർ കാണിക്കുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ബിക്കോസ് നമ്മൾ പറഞ്ഞ അവരുടെ സ്റ്റോർഡ് ഫുഡ് ഫാറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഡയാറ്റംസ് ഫോം ചെയ്യുന്ന ഒരു സ്പോറാണ് ഓക്സോസ്പോർസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ ഡയാറ്റംസ് ഫോം സ്പെഷ്യൽ സ്പോർസ് കോൾഡ് ആസ് ഓക്സോസ്പോർ. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു സൈനോബാക്ടീരിയയിൽ ഓസിലറ്റോറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്രാഗ്മെന്റ് ആണ് ഹോർമോഗോണിയ. ഓർത്തിരുന്നോളം, അതൊക്കെ എക്സെപ്ഷണൽ പോയിന്റ്സ് ആണ്, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓക്സോസ്പോർ ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഡയാറ്റംസ്. ഓക്കെ, ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ് ആർ എക്സാമ്പിൾ ഫോർ ക്രൈസോഫൈറ്റ്. നെക്സ്റ്റ് വൺ ഡൈനോഫ്ലാജലേറ്റ്. ഡൈനോഫ്ലാജലേറ്റ് മോസ്റ്റ്ലി മറൈൻ ഓർഗാനിസംസ് ആണ്. അവർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. പല കളറിലും അത് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ബി ഇൻ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ കളേർഡ് പിഗ്മെന്റ്സ് വി ക്യാൻ സി ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതേപോലെ ദർ സെൽ വോൾ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് സം സിലിക്ക, സിലിക്ക അല്ല, സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ അത് പ്ലേറ്റ് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതായത് പല അടുക്കുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡൈനോഫ്ലാജലേറ്റിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആർമേർഡ് ആൽഗെ എന്ന്. ഡൈനോഫ്ലാജലേറ്റിന് ഒരു ഓൾട്ടർനേറ്റ് നെയിമും കൂടെ ഉണ്ട് കേട്ടോ, പൈറോഫൈറ്റ. ഇത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. പൈറോഫൈറ്റ, മാച്ച് ദ ഫോളോയിങ്ങിൽ പൈറോഫൈറ്റ ഇറ്റ് ഈസ് ഡൈനോഫ്ലാജലേറ്റ്. അതേപോലെ ഈ ഇതിൻ്റെ സെൽ വോള് ആർമേർഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് ആർമേർഡ് ആൽഗെ എന്നും അത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇവരുടെ മൂവ്മെന്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ട് ഫ്ലാജല്ലയാണ് ഉള്ളത്. രണ്ട് ഫ്ലാജല്ല, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലി അറേഞ്ച് ചെയ്തേക്കുന്നു, ഒന്ന് ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വേർലിംഗ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓർഗാനിസത്തിന് വേർലിംഗ് വിപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്, വേർലിംഗ് വിപ്പ്. അപ്പൊ ഡൈനോഫ്ലാജലേറ്റിന് വേറെ പല പേരുകളാണ്, പൈറോഫൈറ്റ, ആർമേർഡ് ആൽഗെ, വേർലിംഗ് വിപ്പ്. ഓക്കെ, ഇനി ഈ ഡൈനോഫ്ലാജലേറ്റ് റെഡ് കളറിൽ കാണുന്നതിന് റെഡ് ഡൈനോഫ്ലാജലേറ്റ്, എക്സാമ്പിൾ ഗോണിയോലാക്സ്. ഈ ഗോണിയോലാക്സ് റെഡ് ടൈഡ് കാണിക്കും. ഈ റെഡ് കളറിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ടോക്സിൻ ആണ്. ആ ടോക്സിന്റെ പേരാണ് സാക്സി ടോക്സിൻ. ഈ സാക്സി ടോക്സിൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ് കേട്ടോ. അത് നമ്മുടെ ഫുഡ് വെബ് വഴി നമ്മുടെ ബോഡിയിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ്. അത് കോമ സ്റ്റേജിലേക്ക് വരെ എത്തിക്കാം ഒരു ഹ്യൂമൻ ബീങ്ങിനെ.
ഓക്കെ, അതേപോലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൈനോഫ്ലാജലേറ്റിന് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇല്ല. അവരുടെ ന്യൂക്ലിയസ്, അവർക്ക് ന്യൂക്ലിയസിന്റെ ക്രോമസോം ഉണ്ട്, പക്ഷെ അവർക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ യൂക്യാരിയോട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു യൂക്യാരിയോട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടിസ്റ്റിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള മീസോ ക്യാരിയോട്ടിലാണ് കേട്ടോ. ദിസ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ മീസോ ക്യാരിയോട്ട്. ഓക്കെ, അപ്പൊ ഡൈനോഫ്ലാജലേറ്റിൽ റെഡ് ടൈഡ് ഉണ്ടാക്കുന്നത് റെഡ് കളറുള്ള ഗോണിയോലാക്സ് ആണ്. അതുപോലെ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റെഡ് സീ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? റെഡ് സീ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റെഡ് കളർ സൈനോബാക്ടീരിയ, ട്രൈക്കോഡെസ്മിയം എന്ന് പറയുന്ന ഒരു സൈനോബാക്ടീരിയയാണ് റെഡ് സീ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് ദിസ് പ്രോട്ടിസ്റ്റ ഈസ് യൂഗ്ലിനോയിഡ്. ഇനി അടുത്ത ഡിവിഷൻ യൂഗ്ലിനോയിഡ് ആണ്. എന്താണ് യൂഗ്ലിനോയിഡ് എന്ന് പറയുന്ന ഓർഗാനിസം? ഇത് സാധാരണ ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഓർഗാനിസം ആണ്. സ്റ്റാഗ്നന്റ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണുന്നതാണ്. അവർക്ക് സെൽ വോളിന് പകരം ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ പെല്ലിക്കിളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവരുടെ ബോഡി കുറെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അവർക്ക് 2 ഫ്ലാജല്ല ഉണ്ട്. ഈ 2 ഫ്ലാജല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവരുടെ ബോഡിയുടെ മുൻഭാഗം, അതായത് തല ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു റിസർവോയർ എന്ന് പറയുന്ന ഒരു ക്ലഫ്റ്റ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഫ്ലാജല്ലയും ഒരു ചെറിയ ഫ്ലാജല്ലയും ഉണ്ടാവും. ഈ വലിയ ഫ്ലാജല്ലയും ചെറിയ ഫ്ലാജല്ലയില് വലിയ ഫ്ലാജല്ലയാണ് ഫങ്ഷണൽ ആയിട്ട് നിൽക്കുന്നത്. ചെറിയ ഫ്ലാജല്ല ഒരു നോൺ ഫങ്ഷണൽ ആയിട്ടുള്ളതാണ്. അതേപോലെ അവരുടെ ബോഡിയുടെ മുൻഭാഗത്ത് ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്നത്, അതായത് ആ റിസർവോയറിന്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു സ്പോട്ട് പോലത്തെ ഒരു സ്ട്രക്ചർ ആണ്. അതിന് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ യൂഗ്ലിനോയിഡിൽ കാണുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉണ്ട്. ഹയർ പ്ലാന്റ്സിലെ പോലെ സിന്തറ്റിക് പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എ, സാന്തോഫിൽ ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇതൊരു ബ്രിഡ്ജ് ടുവേർഡ്സ് ദ പ്ലാന്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവര് സൺലൈറ്റ് അവൈലബിൾ അല്ലാത്ത സമയത്ത് അവർ ഫോട്ടോസിന്തസിസ് ചെയ്യില്ല. അപ്പോൾ അവർ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആയിരിക്കും കാണുക. അതും സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആയിരിക്കും. ഹെട്രോട്രോഫിൽ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ ഫീഡ് ചെയ്യാണ് അവർ ചെയ്യുക. അതേപോലെ അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് പാരാമൈലം എന്ന് പറയുന്നതാണ് അവരുടെ സ്റ്റോർ ഫുഡ്. അതുപോലെ തന്നെ ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്യും കേട്ടോ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ യൂഗ്ലിനോയിഡ്. അപ്പോൾ ഈ യൂഗ്ലിനോയിഡിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എന്തിൻ്റെ കണക്ഷൻ ലിങ്ക് ആണ്? ചിലപ്പോൾ അത് എന്തിൻ്റെ ക്യാരക്ടർ കാണിക്കും? പ്ലാന്റ്സിൻ്റെ ക്യാരക്ടർ കാണിക്കും. സൺലൈറ്റ് ഉള്ളപ്പോൾ, ഇല്ലാത്ത സമയത്ത് അത് ആനിമൽസിൻ്റെ ക്യാരക്ടർ ആയിരിക്കും കാണിക്കുക. അതുകൊണ്ട് ദാറ്റ് ഈസ് എ കണക്ഷൻ ടുവേർഡ്സ് ബോത്ത് പ്ലാന്റ്സ് ആസ് വെൽ ആസ് ആനിമൽസ്. Now next division of this protista is slime mold. ഇനി നമുക്ക് സ്ലൈം മോൾഡ് എന്താണെന്ന് നോക്കാം. ഈ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് ഒരു സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. അവർക്ക് സെൽ വോൾ ഒന്നും ഇല്ല. ഓക്കെ, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് പാർട്ടിക്കിളിൽ ഓർഗാനിക് മെറ്റീരിയൽ റിസീവ് ചെയ്തിട്ട് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ അവർ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് കാണും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം. ഓക്കെ, അത് ഒരുപാട് നീളത്തിൽ സെവറൽ ഫീറ്റ് ലെങ്ത്തിലൊക്കെ അത് വളരും. അതിനൊരു എക്സാമ്പിളാണ് ഫൈസേരം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ അവർക്ക് ഒരുപാട് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. ഒരുപാട് സൈറ്റോപ്ലാസത്തിനകത്ത് ഒരുപാട് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഒക്കെ കാണാം. അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസ് കാണാം. പക്ഷേ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ, ഈ അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ പ്ലാസ്മോഡിയം എല്ലാം കൂടിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഫ്രൂട്ടിംഗ് ബോഡിക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്പിലിറ്റിയം. ക്യാപ്പിലിറ്റിയത്തിൻ്റെ ഉള്ളിൽ സ്പോർട്സ് ഉണ്ടാവും. ആ സ്പോർട്സിന് ഓരോന്നിനും കവറിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ക്യാപ്പിലിറ്റിയം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്ലൈം മോൾഡ്. അതുപോലെ ദീസ് ആർ എക്സ്ട്രീംലി റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. പല വർഷങ്ങളും സർവൈവ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് അവരുടെ ആ സ്പോർ ഫോർമേഷൻ വിത്ത് സെൽ വോൾ. അഡ്വേഴ്സ് കണ്ടീഷനിലൊക്കെ അതിനെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാം. അതുപോലെ ഈ സ്പോർട്സിന് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് എയർ കറന്റ് വഴി അത് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സ്ലൈം മോൾഡിന് എക്സാമ്പിളാണ് ഫൈസേരം. ഈ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫംഗസിലേക്കുള്ളൊരു ഡെവലപ്മെൻറ്റ്, ഈ ഇവോൾവിങ് ഫീച്ചറാണ്. ഫംഗസിലേക്കുള്ളൊരു ഇവോൾവിങ് ഫീച്ചറാണ് സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. Now next group of this protista is protozoa. Protozoa actually the first study ചെയ്ത ആള് ലിവൻ ഹൂക്ക് ആണ്. സ്റ്റഡി ഓഫ് പ്രോട്ടോസോവൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോട്ടോസുവോളജി. പ്രോട്ടോസുവോളജി എന്നാണ് പ്രോട്ടോസോവനെ പറ്റിയിട്ടുള്ള സ്റ്റഡിക്ക് നമ്മൾ പറയുന്നത്. അതേപോലെ
അവർക്ക് പ്രോട്ടോപ്ലാസ്മിക് ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. അവർ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ചിലപ്പോൾ അത് പ്രെഡേറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ അവർ പാരസൈറ്റ്സ് ആവാം. പ്രോട്ടോസോവൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ നടത്തുന്ന ഓർഗാനിസംസ് ആണ്. അതേപോലെ അവർക്കൊന്നും സെൽ വോൾ ഇല്ല, പ്രോട്ടോസോവൻസിനൊന്നും സെൽ വോൾ ഇല്ല കേട്ടോ. അതുപോലെ എക്സ്ക്രീറ്ററി വേസ്റ്റ് അവർ എലിമിനേറ്റ് ചെയ്യുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ്. ചില ഫ്രഷ് വാട്ടർ പ്രോട്ടോസോവൻസിൻ്റെ ഫ്രഷ് വാട്ടർ പ്രോട്ടോസോവൻസിലെ കൺട്രാക്റ്റൈൽ വാക്യൂൾ ഉണ്ടാവും. ഈ കൺട്രാക്റ്റൈൽ വാക്യൂളാണ് അവർ ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ പലതരത്തിലുള്ള പ്രോട്ടോസോവൻസിൻ്റെ എക്സാമ്പിൾ അമീബോയിഡ് പ്രോട്ടോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോവൻ്റെ എക്സാമ്പിളാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. നമുക്കറിയാം അമീബ കാണുന്നത് എപ്പോഴും ഫ്രഷ് വാട്ടറിലാണ് അല്ലേ. അതേപോലെ സീ വാട്ടറിൽ കാണും, പക്ഷേ ഫ്രഷ് വാട്ടറിലായിരിക്കും മേജർലി അത് കാണും. അതേപോലെ മോയിസ്റ്റ് സോയിലൊക്കെ കാണും. അതേപോലെ കണ്ടാമിനേറ്റഡ് ഫുഡിലാണ് സാധാരണ, കണ്ടാമിനേറ്റഡ് ഫുഡും വാട്ടറും വഴിയാണ് നമ്മുടെ ബോഡിയിൽ അത് എൻറ്റർ ചെയ്യുക. അതേപോലെ അവർ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്ന സ്യൂഡോപോഡിയ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അവർ ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത്. ഈ സ്യൂഡോപോഡിയയ്ക്ക് പറയുന്ന പേരാണ് ഫാൾസ് ബീറ്റ്. ഓക്കെ, ആൻഡ് we can see this മറൈൻ ടൈപ്പ് ഓഫ് അമീബ. നമ്മൾ പറഞ്ഞു സാധാരണ അത് ഫ്രഷ് വാട്ടറിലാണ് കാണുക. മറൈൻ ടൈപ്പ് ഓഫ് അമീബ ആണെങ്കിൽ ദേ വിൽ ബി ഹാവിങ് സം സിലിക്ക ടൈപ്പ് ഓഫ് ഷെൽസ് ഓൺ ദെയർ സർഫസ്. ഓക്കെ, അവർക്ക് ഒരു സിലിക്ക ഷെല്ലുണ്ടാവും അവരുടെ സർഫസിൽ. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നതാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക ആസ് എ പാരസൈറ്റ്. അവർക്ക് സാധാരണ കൺട്രാക്റ്റൈൽ വാക്യൂൾ ദാറ്റ് ഈസ് ഫോർ ദ ഓസ്മോ റെഗുലേഷൻ ഓർത്തിരുന്നോളണം. പിന്നെ റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ബൈ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുക. ബൈനറി ഫിഷൻ എമൈറ്റോട്ടിക് ഡിവിഷൻ ആണ് അവിടെ നടക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുന്നത് ഒന്നുപോലെ എയ്തർ ഫ്രീ ലിവിങ് ആയിരിക്കും, അതല്ലെങ്കിൽ പാരസൈറ്റിക് ഫോം ആയിരിക്കും. അവർക്ക് ഫ്ലാജലയാണ് ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ടുള്ളത്. അമീബയുടെ കേസിലാണെങ്കിൽ സ്യൂഡോപോഡിയാണ്. അതുപോലെ പാരസൈറ്റിക് ഫോം ഇറ്റ് കോസ് ഡിസീസ്, പലതരത്തിലുള്ള ഡിസീസ് ഉണ്ടാക്കാറുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് സ്ലീപ്പിംഗ് സിക്നസ്. സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഓർഗാനിസാണ് ട്രിപ്പാനോസോമ. ഈ ട്രിപ്പാനോസോമ പകരുന്ന ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്ന സീ ഫ്ലൈ വഴിയാണ്. സീ ഫ്ലൈക്ക് പറയുന്ന പേരാണ് ഗ്ലോസിന പാൽപാലിസ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ വി ക്യാൻ സി ലീഷ്മാനിയ ഡോണാവാനി ഇറ്റ് കോസ് കല ആസാർ ഉണ്ടാക്കുന്ന ലീഷ്മാനിയ ഡോണാവാനിയും ഒരു എന്താണ് ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവനാണ്. പറയുന്ന അതുണ്ടാക്കുന്ന ഡിസീസിന് പറയുന്ന വേറൊരു പേരാണ് ദം ഫീവർ. അത് പകർത്തുന്ന ഓർഗാനിസം സാൻഡ് ഫ്ലൈ ആണ് കേട്ടോ. ഇറ്റ് വിൽ സ്പ്രെഡ് ത്രൂ സാൻഡ് ഫ്ലൈ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? Trypanosoma, Leishmania donovani. Trypanosoma that will cause sleeping sickness. Leishmania donovani it cause kala azar എന്ന് പറയുന്ന വേറൊരു പേരാണ് ദം ഫീവർ. രണ്ടിൻ്റെയും കാരിയർ അല്ലെങ്കിൽ വെക്ടർ ഏതാന്ന് ഓർത്തിരുന്നോളൂ. നെക്സ്റ്റ് വൺ ഈസ് സിലിയേറ്റഡ് പ്രോട്ടോസോവ. സിലിയേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവയുടെ ലോക്കോമോട്ടറി ഓർഗൻ സിലിയ ആയിട്ടുള്ളതാണ്. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് പാരമീഷ്യ. നമുക്കറിയാം പാരമീഷ്യത്തിൻ്റെയൊക്കെ കേസിൽ സിലിയാണ് അവരുടെ ലോക്കോമോട്ടറി ഓർഗനായിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ സിലിയാണ് ഫുഡ് ക്യാപ്ചറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ അവർക്കൊരു ക്യാവിറ്റി ഉണ്ട്, ഗള്ളറ്റ് എന്ന് പറയുന്നത്. അതാണ് പുറത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതേപോലെ അതുവഴിയാണ് ഫുഡ് അതിൻ്റെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അവരൊരു കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് ദിസ് റോസ് ഓഫ് സിലിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് കൊണ്ടാണ് അവർക്ക് ലോക്കമോഷനും സംഭവിക്കുന്നത്. അതേപോലെ ഈ സിലിയ ഉള്ളത് കൊണ്ട് അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. സിലിയ, ഫ്ലാജല്ല ഇതിനകത്തൊക്കെ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് കാണിക്കുന്നത് സിലിയാണ് കേട്ടോ. അതേപോലെ എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് പാരമീഷ്യം. ഇനി ഇതിനകത്ത് ഈ പാരമീഷ്യത്തിനകത്ത് രണ്ട് കൺട്രാക്റ്റൈൽ വാക്യൂൾ ഉണ്ട്. അതും എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉള്ളത് ഡൈമോർഫിക് ന്യൂക്ലിയസ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇത് 2016 എന്തോ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഡൈമോർഫിക് ന്യൂക്ലിയസ് ദാറ്റ് ഈസ് മൈക്രോ ആൻഡ് മാക്രോ ന്യൂക്ലിയസ് ഉണ്ട്. അതിനകത്ത് മൈക്രോ ന്യൂക്ലിയസ് ആണ് ശരിക്കും പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നത്. മാക്രോ ന്യൂക്ലിയസ് പല ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ മൈക്രോ മാക്രോ ന്യൂക്ലിയസ് രണ്ടും ഉള്ള ഓർഗാനിസം. ഡൈമോർഫിക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പാരമീഷ്യം ഓർ സിലിയേറ്റഡ് പ്രോട്ടോസോവ. സിലിയേറ്റഡ് പ്രോട്ടോസോവ എന്നായിരുന്നു അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈ സ്പോറോസോവ. സ്പോറോസോവ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇൻഫെക്ഷ്യസ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു
ലൈഫ് സ്റ്റേജ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ സ്പോറോസോവ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിൽ നമുക്കറിയാം ഇറ്റ് കോസ് മലേറിയ അല്ലേ. പലതരത്തിലുള്ള പ്ലാസ്മോഡിയം ഉണ്ട്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം ഒവെയിൽ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ. These all are different types of plasmodium. Plasmodium, it will form the spores and this sporozoite that will spread the disease. അതേപോലെ this is the vector of this spore forming protozoa is female Anopheles mosquito. Okay. So this is all about the kingdom Protista. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കിങ്ഡം ഫംഗൈ ആണ്. കിങ്ഡം ഫംഗൈ എന്ന് പറയുന്ന ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ഉള്ള അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗനൈസേഷൻ ഉള്ള കൈറ്റിൻ കൊണ്ടുള്ള സെൽ വോളുള്ള ഓർഗാനിസംസിനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം ഫംഗൈ. സാധാരണ ഇത് കാണുന്ന മോയിസ്റ്റ് ഹാബിറ്റാറ്റിലും അതുപോലെ തന്നെ സോയിലും വാട്ടറിലും എയറിലും ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കോസ്മോപോളിറ്റൻ എന്ന് പറയും. ഓക്കെ, ഇത് പലതരത്തിലുണ്ട്. ചിലപ്പോൾ അത് പാരസൈറ്റ് ആയിട്ട് കാണാറുണ്ട്, ചിലപ്പോൾ അത് യൂണിസെല്ലാർ ഫംഗസ് ലൈക്ക് ഈസ്റ്റ് ആയിട്ട് കാണാറുണ്ട്. അതേപോലെ ആനിമൽസിൽ ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വീറ്റ് റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗൽ, വീറ്റിൻ്റെ ഒരു ഫംഗൽ ഡിസീസാണ്. അത് കാണുന്ന അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് ആണ് പുക്സീനിയ. അതേപോലെ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗസ് ഉണ്ട് പെൻസിലിയം. ഓക്കെ, അതേപോലെ എവിടെയൊക്കെ വാം ഹ്യൂമിഡ് പ്ലേസസ് ഉണ്ടോ അവിടെയൊക്കെ ഇത് വളരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ അതിനകത്ത് വളരുന്നത് ഈ തരത്തിലുള്ള ഫംഗസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈസ്റ്റ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഫംഗസും ഫിലമെന്റസ് ആണ്. ആ ഫിലമെന്റസ് ഫോമിലുള്ള അവരുടെ ബോഡിക്ക് നമ്മൾ പറയുന്ന പേര് ഹൈഫ എന്നാണ്. അതുപോലെ ഹൈഫ കുറെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നെറ്റ്വർക്ക് പോലെ വളരുന്നതിന് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. അതുപോലെ ഹൈഫ സെപ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഹൈഫയുടെ ഉള്ളിൽ ഒന്നേ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അസെപ്റ്റേറ്റ് കണ്ടീഷൻ, അതിന് സീനോസൈറ്റിക് ഹൈഫ എന്ന് പറയും. ഓക്കെ, അതേപോലെ സെൽ വോൾ ഓഫ് ഫംഗസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ. കൈറ്റിൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ് ആണ്. ഈ കോംപ്ലക്സ് പോളിസാക്കറൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത് N-acetyl glucosamine എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് കൊണ്ടാണ്. they are heterotrophic organism. heterotrophic ആവാം, ചിലപ്പോൾ സാപ്രോഫൈറ്റിക് ആവാം എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ ജീവിക്കുന്നതാവാം, ചിലപ്പോൾ പാരസൈറ്റിക് ആവാം, ചിലപ്പോൾ സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്നതാവാം. എക്സാമ്പിൾ ലൈക്കൻ, മൈക്കോറൈസ. ലൈക്കൻ എന്നൊക്കെ പറയുന്നത് ആൽഗയുടെയും ഫംഗസിന്റെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ഒരൊറ്റ ഓർഗാനിസം മാത്രമേ ഉള്ളൂ എന്നേ തോന്നുള്ളൂ. അതേപോലെ മൈക്കോറൈസ എന്ന് പറയുന്നത് ഫംഗസ് വിച്ച് ഈസ് അസോസിയേറ്റഡ് ടു ദ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. അങ്ങനത്തെ ഫംഗസ് സിംബയോട്ടിക് അസോസിയേഷൻ, അതും നമുക്ക് ഒരൊറ്റ ഓർഗാനിസം പോലെ നമുക്ക് തോന്നാറുള്ളൂ. അതേപോലെ സ്റ്റോർഡ് ഫുഡ്, ഇതിനകത്ത് സാധാരണ ഫംഗസിൽ സാധാരണ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗ്ലൈക്കോജൻ ഫോമിൽ അല്ലെങ്കിൽ ഓയിൽ ഫോമിലൊക്കെ ആയിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലെ റീപ്രൊഡക്ഷൻ ഇൻ ദിസ് ഓർഗാനിസം, ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം പലതരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴി നടക്കാം, ഫിഷൻ വഴി നടക്കാം, ബഡ്ഡിങ് വഴി നടക്കാം, അസെക്ഷൽ സ്പോർ ഫോർമേഷൻ വഴി നടക്കാം. അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ അസെക്ഷൽ സ്പോർസ് എന്ന് പറയുന്നത് സ്പൊറാഞ്ചിയോസ്പോർസ് ആവാം, അതല്ലെങ്കിൽ കൊനീഡിയ ആവാം. കേട്ടോ, സ്പൊറാഞ്ചിയോസ്പോർസ് രണ്ട് തരത്തിലുണ്ട്, മോട്ടൈൽ ആൻഡ് നോൺ മോട്ടൈൽ സ്പൊറാഞ്ചിയോസ്പോർസ് ഉണ്ട്. മോട്ടൈൽ സ്പൊറാഞ്ചിയോസ്പോർസ് സൂസ്പോർസ് ആണ്. നോൺ മോട്ടൈൽ സ്പൊറാഞ്ചിയോസ്പോർസ് എന്ന് പറയുന്നത് എപ്ലാനോസ്പോർസ് ആണ്. അതേപോലെ കൊനീഡിയ അത് എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് സ്പോർസ് ആണ്. കൊനീഡിയ എന്ന് പറയുന്നത് ബേസിബീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള കുറെ സ്പോർസ് വിച്ച് ഇസ് പ്രസന്റ് ഓൺ കൊനീഡിയോ4 അറേഞ്ച് ചെയ്തിട്ടുള്ള കുറെ സ്പോർസ്. അതും ഒരു അസെക്ഷൽ മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. നമുക്കത് ഏതൊക്കെ ക്ലാസ്സിലാണ് വരുന്നത് നമുക്ക് പഠിക്കാം. പിന്നെ നെക്സ്റ്റ് വൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷൻ ഫസ്റ്റ് നടക്കും. അത് 3 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുക. ഫസ്റ്റ് പ്രോട്ടോപ്ലാസം ഫ്യൂഷൻ നടക്കും, അതിന് നമ്മൾ പ്ലാസ്മോഗ്യാമി എന്ന് പറയും. അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാരിയോഗ്യാമിയാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കും. ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടാണ് ഉണ്ടാവുക. സാധാരണ ഫംഗസ് എല്ലാം ഹാപ്ലോയിഡ് സ്ട്രക്ചറാണ്. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് കാരിയോഗ്യാമി നടന്ന് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈഗോട്ട് ഹാപ്ലോയിഡ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സൈഗോട്ടിക് മിയോസിസ് നടക്കും. അങ്ങനെ ഈ 3 സ്റ്റെപ്പായിട്ടാണ് ശരിക്കും ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ശരിക്കും പ്ലാസ്മോഗ്യാമിൽ 2 ഹൈഫേ തമ്മിലാണ് ജോയിൻ ചെയ്യുക. കാരിയോഗ്യാമിൽ 2 ന്യൂക്ലിയസ് തമ്മിലാണ് ജോയിൻ ചെയ്യുക. കാരിയോഗ്യാമി നടക്കുന്നത് ചിലപ്പോൾ വളരെ പെട്ടെന്ന്, അതായത് പ്ലാസ്മോഗ്യാമി നടന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കാരിയോഗ്യാമി നടക്കാം, അതല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കാരിയോഗ്യാമി നടക്കാം.
കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കാരിയോഗ്യാമി നടക്കുന്നതെങ്കിൽ പ്രോട്ടോപ്ലാസം കഴിഞ്ഞതിന് ശേഷം ഒരു ഹൈഫയുടെ ഉള്ളിൽ തന്നെ 2 ന്യൂക്ലിയസ് കുറച്ച് അധിക സമയം ഇരിക്കുന്ന കാണാം. അതിന് നമ്മൾ ഡൈകാരിയോ എന്ന് പറയും, അല്ലെങ്കിൽ ആ ഫേസിന് നമ്മൾ ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയും. ഡൈകാരിയോട്ടിക് ഫേസ് സാധാരണ കാണാറുള്ളത് 2 ഗ്രൂപ്പ് ഫംഗസിലാണ്, ആസ്കോമൈസീഡ്സിലും ബസീഡിയോമൈസീഡ്സിലും. ഫൈക്കോമൈസീഡ്സിൽ ശരിക്കും ഡൈകാരിയോട്ടിക് ഫേസ് കാണാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്മോഗ്യാമി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂഷൻ നടന്ന് കാരിയോഗ്യാമി നടന്ന് അതൊരു ഡിപ്ലോയിഡ് സൈഗോട്ടായിട്ട് മാറും. ഓക്കെ, അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഫംഗസ് നമുക്ക് നോക്കാം. പലതരത്തിലുള്ള ക്ലാസ്സസ് ആയിട്ട് ഫംഗസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫൈക്കോമൈസിസ്, ദെൻ ആസ്കോമൈസിസ്, ദെൻ ബസിഡിയോമൈസിസ് ആൻഡ് സൈഗോമൈസിസ്. ഡ്യൂട്രോമൈസിസ്. ഇത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ മോഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് ഇതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഫൈക്കോമൈസിസിന് പറയുന്ന വേറൊരു പേരാണ് സൈഗോമൈസിസ്. ഇത് സാധാരണ അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ ഡീക്കേയിങ് വുഡിലൊക്കെ വുഡ് ഇൻ മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസ് ഇവിടെയൊക്കെയാണ് സാധാരണ ഈ പറയുന്ന ഓർഗാനിസത്തിനെ കാണുന്നത്. ഇത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഫൈക്കോമൈസിസ് എന്താണ്? ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഇനി ഇതിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ മൈസീലിയം അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ഫംഗസ് ആണ്. അതായത് അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്നുപോലെ സൂസ്പോർസ് അല്ലെങ്കിൽ പ്ലാനോസ്പോർസ് ഉണ്ടാക്കും. അപ്പൊ രണ്ടും എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് സ്പോർസ് ആണ്. അത് സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ആണ്. സൂസ്പോർസ് മോട്ടൈൽ ആയിരിക്കും, പ്ലാനോസ്പോർസ് നോൺ മോട്ടൈൽ ആയിരിക്കും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് സൈഗോസ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 2 ഗ്യാമീറ്റ്സ് തമ്മിൽ ഫ്യൂഷൻ ചെയ്യുമ്പോൾ. ദിസ് സൈഗോസ്പോർസ് ഫോം ചെയ്യുന്ന 2 ഗ്യാമീറ്റ് ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആവാം, അതല്ലെങ്കിൽ അനൈസോഗ്യാമസോ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആവാം. എന്താ ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ് എന്ന് പറഞ്ഞാൽ ഐസോഗ്യാമസ് എന്ന് പറയുന്നത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരേപോലെ ആയിരിക്കും ഇരിക്കുക. അനൈസോഗ്യാമസ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുപോലെ മെയിൽ ഗ്യാമീറ്റ് വലുത് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റ് വലുതായിരിക്കും. ഊഗ്യാമസ് ടൈപ്പിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ മെയിൽ ഗ്യാമീറ്റും മോട്ടൈലും ചെറുതുമായിരിക്കും, പക്ഷെ ഫീമെയിൽ ഗ്യാമീറ്റ് എപ്പോഴും നോൺ മോട്ടൈലും വലുതുമായിരിക്കും. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഈ പറയുന്ന ഫൈക്കോമൈസിസ് അല്ലെങ്കിൽ സൈഗോമൈസിസിൽ കാണാൻ പറ്റും. ഇതിന്റെ കോമൺ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മ്യൂക്കർ, റൈസോപ്പസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് മോൾഡ്, സാധാരണ നമ്മൾ ബ്രെഡിലൊക്കെ കാണുന്ന ഗ്രോത്ത് ആണ് റൈസോപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ ആൽബുഗോ എന്ന് പറയുന്ന മസ്റ്റാർഡിൽ കാണുന്ന ഒരു പാരസൈറ്റിക് ഫംഗൈ ആണ് കേട്ടോ. Now, next one it is ascomycetes. Ascomycetes എന്ന് പറയുന്ന വേറൊരു പേരാണ് സാക് ഫംഗസ്. Ascomycetes എന്ന് പറയുന്ന വേറൊരു പേരാണ് സാക് ഫംഗസ്. അത് മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ആണ്. എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് പെൻസിലിയം. അത് യൂണിസെല്ലുലാറും യൂണിസെല്ലുലാറും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. യൂണിസെല്ലുലാറിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്, മൾട്ടി സെല്ലുലാറിന് ഒരു എക്സാമ്പിൾ ആണ് പെൻസിലിയം എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ്, ഡികമ്പോസേഴ്സ് ആണ്, ചിലപ്പോൾ പാരസൈറ്റിക് ആവാം, ചിലപ്പോൾ കോപ്രോഫിലസ് ആവാം. കോപ്രോഫിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗഡങ്കിലൊക്കെ ഇതിൻ്റെയൊക്കെ മേലെ വളരുന്ന തരത്തിലുള്ള ഫംഗസ് ആവാം. അതേപോലെ അതിൻ്റെ മൈസീലിയം വന്നിട്ട് ഇറ്റ് ഈസ് സെപ്റ്റേറ്റ്. അവർക്ക് സെപ്റ്റേറ്റ് മൈസീലിയാണ്, ബ്രാഞ്ച്ഡ് മൈസീലിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യൂണിന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ ആയിരിക്കും കാണാം. അവരുടെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കൊനീഡിയാണ്. കൊനീഡിയ എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്, ബേസിപീറ്റലി അറേഞ്ച്ഡ് ആണ് കൊനീഡിയ എന്ന് പറയുന്നത്. കൊനീഡിയോഫോറിന്റെ മേലെയാണ് കൊനീഡിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ കൊനീഡിയ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ മൈസീലിയായിട്ട് മാറുന്നത് കേട്ടോ. പിന്നെ സെക്ഷൽ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ആസ്കോസ്പോർസ്. സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസ്കോസ്പോർസിന്റെ ഉള്ളിലാണ്. അതായത് 2 ഹൈഫൈകൾ അല്ലെങ്കിൽ 2 ഗ്യാമീറ്റ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാമീറ്റിൽ ഉണ്ടാകുന്ന സൈഗോട്ട്, ആ സൈഗോട്ടിന്റെ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ട്. ആ ഫ്രൂട്ടിംഗ് ബോഡിക്ക് നമ്മൾ ആസ്കോ കാർപ്പ് എന്നാണ് പറയാ. ആ ആസ്കോ കാർപ്പിന്റെ ഉള്ളിൽ ഒരു കുഷ്യൻ പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും ആദ്യം. അതിനാണ് നമ്മൾ ആസ്കസ് എന്ന് പറയുന്നത്. ആ ആസ്കസിന്റെ ഉള്ളിലായിട്ടാണ് എന്തിരിക്കുന്നത്, സൈഗോട്ട് ഇരിക്കുന്നത്. സൈഗോട്ട് അതിന്റെ ഉള്ളിലേക്ക് ഉൾഭാഗത്തേക്കായിട്ടായിരിക്കും ഇരിക്കുക. ഈ സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്ന ആസ്കോസ്പോറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ അത് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് സ്പോർസ് ആണ്. ആസ്കോസ്പോർസ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് സ്പോർസ് ആണ്. ആസ്കസ് എന്ന് പറയുന്ന സാക് ലൈക്ക് സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് കുറെ എക്സാമ്പിൾസ് ആണ് ആസ്പെർജില്ലസ്. ഓക്കെ, ആസ്പെർജില്ലസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഫ്ലാടോക്സിൻ ഉണ്ട്,
അതാണ് ഫ്ലേവേഴ്സ്, ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഫ്ലാടോക്സിൻ ഉണ്ട്. അതുപോലെ ക്ലാവിസെപ്സ്, എർഗോട്ട് ഫംഗസ് എന്ന് പറയുന്ന ക്ലാവിസെപ്സ് ആണ് കേട്ടോ. അതുപോലെ ന്യൂറോസ്പോറ ഈസ് അനദർ എക്സാമ്പിൾ. ന്യൂറോസ്പോറ നമ്മുടെ ഡ്രോസോഫില ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഫംഗസിൻ്റെ ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ ഡ്രോസോഫിലേനെ ജെനറ്റിക് സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുമെങ്കിൽ ഫംഗസിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂറോസ്പോറേനെയാണ്. ഓക്കെ, ബയോകെമിക്കൽ ജെനറ്റിക് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂറോസ്പോറേനെയാണ്. അതുപോലെ ആസ്കോസ്പോസിൽ സാധാരണ എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് വളരെ കുറവാണ്. അത് ഉള്ളത് തന്നെ മോറൽസും ട്രഫിൾസുമാണ് എഡിബിൾ ആയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോറൽസിന് പകരം അവർ കൊടുക്കാറുള്ള വാക്ക് മോർച്ചെല്ല എന്നും കൊടുക്കാറുണ്ട്. മോറൽസ് ഓർ മോർച്ചെല്ല ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ ഫോം ഓഫ് ഫംഗസ്. ഓക്കെ, അതുപോലെ ഈസ്റ്റിൻ്റെ ഒരു യൂസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഫെർമെൻറ്റേഷൻ. അതുപോലെ റൈബോഫ്ലാവിൻ സിന്തസിസിന് വേണ്ടി, അതായത് വിറ്റാമിൻ B2 ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദിസ് yeast. Okay, so this is all about the ascomyces. ഇനി അടുത്തത് ബസിഡിയോമൈസിസ് ആണ്. ബസിഡിയോമൈസിസിന് കോമൺലി പറയുന്ന മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗൈ, പഫ് ബോൾസ്, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ദിസ് വൺ ബസിഡിയോമൈസിസ്. ഇവർ സോയിലിൽ വളരുന്നതാവാം, ചിലപ്പോൾ ട്രീ ട്രങ്കിൽ വളരുന്നതാവാം, ട്രീ സ്റ്റംസിൽ വളരുന്നതാവാം. അതുപോലെ ലിവിങ് ബോഡീസ് പാരസൈറ്റ് ആയിട്ട് വളരുന്നതാവാം. പാരസൈറ്റിന് എക്സാമ്പിളാണ് ബസിഡിയോമൈസിസിൽ പാരസൈറ്റിന് എക്സാമ്പിളാണ് റസ്റ്റും സ്മട്ടും. ഈ മൈസീലിയം ബ്രാഞ്ച്ഡ് മൈസീലിയ ആയിരിക്കാം, സെപ്റ്റേറ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ യൂണിന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ ആണ്. അതിന് അസെക്ഷൽ സ്പോർസ് ഒന്നുമില്ല. ഇതിന് പകരം അതിന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ് നടക്കുക. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്സ് ഓർഗൻസ് ആർ ആബ്സെന്റ്, ബട്ട് ഹിയർ ദ പ്ലാസ്മോഗ്യാമി ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ് ഓഫ് ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് ജീനോടൈപ്പ്. പലതരത്തിലുള്ള ജീനോടൈപ്പ് സ്ട്രെയിൻസിലുള്ള ഹൈഫൈകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് നടക്കുക, അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൈഫൈകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ബസിഡിയോ കാർപ്പ് എന്ന് പറയും. ഈ ബസിഡിയോ കാർപ്പിന്റെ ഉള്ളിൽ ഡൈകാരിയോട്ടിക് സ്റ്റേജ് കുറച്ചധികം നിൽക്കും. അത് ആസ്കോമൈസിസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഡൈകാരിയോട്ടിക് സ്റ്റേജ് കുറച്ചധികം നേരം നിൽക്കുന്ന സമയം കൊണ്ട് അവിടെ ഒരു കുഷ്യൻ പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതിന് നമ്മൾ ബസീഡിയം എന്ന് പറയും. ഈ ബസീഡിയത്തിന്റെ സർഫസിൽ ഇരുന്നിട്ടാണ് സൈഗോട്ട് ഡിവൈഡ് ചെയ്ത ബസീഡിയോസ്പോർസ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബസീഡിയോസ്പോർസ് ബസീഡിയത്തിന്റെ സർഫസിലായിരിക്കും കാണുക, ഉള്ളിലായിരിക്കില്ല കാണുക. അതുകൊണ്ട് നമ്മൾ അതിന് എന്താ പറയുക, എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് സ്പോർസ് എന്നാണ് പറയുക. അതിന് കുറേ എക്സാമ്പിൾസ് ആണ് അഗാരിക്കസ് മഷ്റൂം, യുസ്റ്റിലാഗോ, സ്മട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാരസൈറ്റിക് ഫംഗയാണ് അല്ലേ. പുക്സീനിയ, വീട്രസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. അതേപോലെ വേൾഡ്സ് മോസ്റ്റ് പോയിസണസ് മഷ്റൂം, ഇറ്റ് കംസ് അണ്ടർ ബസിഡിയോമൈസിസ്. അത് അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന ഒരു മഷ്റൂമാണ് വേൾഡിലെ ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ഫംഗസ് കേട്ടോ. അതുപോലെ നമ്മൾ പഠിക്കുന്ന ഈ ബസിഡിയോമൈസിസ് പറയുമ്പോൾ ഫംഗസ് മഷ്റൂമിൻ്റെ ഏത് പാർട്ടാണ് എഡിബിൾ ആയിട്ടുള്ളതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ബസിഡിയോ കാർപ്പാണ് എഡിബിൾ ആയിട്ടുള്ളത്. Now, next class of this fungus is deuteromyces. Deuteromyces, it is also called as imperfect fungi. Imperfect fungi എന്നാണ് deuteromycesനെ അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാത്തതാണ്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാത്ത എല്ലാ ഫംഗസിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് deuteromycesലാണ്. അവർ കാണിക്കുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ഫേസ് ഓഫ് ദീസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ or vegetative phase of these fungus are known. അവർക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് നടക്കുക, അല്ലെങ്കിൽ അസെക്ഷൽ സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ഏതാണെന്ന് വെച്ചാൽ കൊനീഡിയയുടെ കേട്ടോ. കൊനീഡിയ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡ്യൂട്രോമൈസിസ്. അവരുടെ ബോഡിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നതനുസരിച്ച് അത് ആസ്കോമൈസിസോ ബസിഡിയോമൈസിസോ ഫൈക്കോമൈസിസോ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്യൂട്രോമൈസിസിന് ഫോമിംഗ് ഗ്രൂപ്പ് ഓഫ് ഫംഗൈ എന്നും പറയും. അതായത് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗസ് ഗ്രൂപ്പാണ് ഈ ഡ്യൂട്രോമൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്രൂപ്പിലുള്ള ഫംഗസ് സാധാരണ സാപ്രോഫൈറ്റിക് ആവാം അല്ലെങ്കിൽ പാരസൈറ്റിക് ആവാം. പക്ഷേ ലാർജ് നമ്പർ ഓഫ് ദിസ് ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ഇറ്റ് ഈസ് ഡികമ്പോസേഴ്സ്. അധികം ഇവർ ഡികമ്പോസേഴ്സ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഓൾട്ടർനേറിയ, കൊളറ്റോട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ഡ്യൂട്രോമൈസിസ്. ഇനി നമുക്ക് ഫംഗസ് കിങ്ഡം ഫംഗൈ ഈസ് ഓവർ. നൗ വി ഹാവ് ടു സ്റ്റഡി കിങ്ഡം പ്ലാന്റേ.
കിങ്ഡം പ്ലാന്റയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് എല്ലാ യൂകാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസത്തിനെയും കിങ്ഡം പ്ലാന്റയിലാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്ന് പറയുന്നുണ്ടെങ്കിലും ചിലത് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുമുണ്ട് കേട്ടോ. അതിന് എക്സാമ്പിളാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഓർ പാരസൈറ്റിക് പ്ലാന്റ്സ്. പാരസൈറ്റ്സ് നമുക്കറിയാം, കസ്ക്യൂട്ട പോലത്തെ പ്ലാന്റ്സ് ഒക്കെ സാധാരണ ഫോട്ടോസിന്തസിസ് ചെയ്തിട്ടല്ല അവർ ജീവിക്കുന്ന. അവർ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നിന്ന് ഫുഡ് വലിച്ചെടുത്തിട്ടാണ് ജീവിക്കുക. അതുപോലെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിലൊക്കെ ശരിക്കും വീനസ് ഫ്ലൈ ട്രാപ്പ് പോലത്തെ പ്ലാന്റ്സിലൊക്കെ അവർ വളരുന്ന ആ ഒരു ഏരിയയിൽ നൈട്രജന്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് ആ നൈട്രജന്റെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഹെട്രോജീനസ് മോഡ് ഓഫ് റീപ്രൊഡക്ഷനും കൂടെ കാണിക്കുന്നത്. ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ബ്ലാഡർ വേർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ്, ഇതൊക്കെ കേട്ടോ. അതേപോലെ അവർക്ക് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുലോസ് കൊണ്ടാണ്. ഇവർക്ക് പല ഡിവിഷൻസ് ഉണ്ട്. പ്ലാന്റ്സ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആസ് ആൽഗെ അല്ലെങ്കിൽ താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. ഓരോ പ്ലാന്റിലും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതായത് ചിലപ്പോൾ നമ്മളിപ്പോൾ ആൽഗയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മേജർ പ്ലാന്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ അത് ഡിപ്ലോയിഡ് ആണ്. അതനുസരിച്ച് ഇപ്പോൾ ബ്രയോഫൈറ്റ് ആണെങ്കിൽ ഹാപ്ലോയിഡ് പ്ലാന്റ് ആണ്, പാരന്റൽ പ്ലാന്റ്. പക്ഷെ അവർ ഡിപ്ലോയിഡ് സ്റ്റേജ് അവരെ ലൈഫ് സൈക്കിളിൽ കാണിക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ഈ പ്ലാന്റ്സിന് പല ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ടെന്ന് നമുക്ക് കാണാം. അത് നമ്മൾ പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് കിങ്ഡം ആനിമേലിയ. കിങ്ഡം ആനിമേലിയയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് യൂകാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് സെൽ വോൾ ആൻഡ് ദേർ ഷോ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ളതിനെയാണ് നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആനിമൽ കിങ്ഡത്തിലുള്ള ഓർഗാനിസംസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ പ്ലാന്റ്സ് ഫോർ ദെയർ ന്യൂട്രീഷൻ. സാധാരണ അവർ ഹോളോസോയിക് ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ അവർക്കൊരു ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പും സൈസും ഒക്കെ ഉള്ള ഓർഗാനിസം ആണ് ഈ പറയുന്ന ആനിമൽ കിങ്ഡത്തിൽ ഉള്ളത്. അതുപോലെ ന്യൂറോ മസ്കുലാർ സിസ്റ്റം ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അവർക്ക് ലോക്കോമോഷൻ്റെ കേപ്പബിലിറ്റി ഉണ്ട്. പ്ലാന്റ് കിങ്ഡത്തിലെ ഓർഗാനിസത്തിന് ലോക്കോമോഷൻ കേപ്പബിലിറ്റി ഇല്ല കേട്ടോ. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ കോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. അത് എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ നടന്നിട്ടാണ് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ കിങ്ഡം ആനിമേലിയയിൽ നോക്കിയാൽ 10 മേജർ ഫൈലംസും 21 മൈനർ ഫൈലംസ് ആണ് ഉള്ളത്. നമുക്കിവിടെ 11th സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ NCERT സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് 10 മേജർ ഫൈലംസും ഒരു മൈനർ ഫൈലുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഈ വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ മേജർ എക്സ്പ്ലനേഷൻ ഇല്ലാതെ പ്ലാന്റ് ആനിമേലിയം പഠിച്ചു. കാരണം അതിന് നമ്മൾ അടുത്ത 2 ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന പ്ലാന്റ്സും ആനിമൽസും ആണ്. അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. അപ്പോൾ ബാക്കി എല്ലാ ഓർഗാനിസത്തിനെയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. പ്രോട്ടീസ്റ്റേയും പഠിച്ചു, ഫംഗസും പഠിച്ചു, അതുപോലെ മൊണീറയും പഠിച്ചു. ഇനി നമുക്ക് ഈ RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ചില ഓർഗാനിസംസ് ഉണ്ട്. അതാണ് വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻ. എന്താണ് വൈറസസ്? വൈറസസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണത്. അതിൻ്റെ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ആ പ്രോട്ടീൻ കോട്ട് ക്യാപ്സിഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ജനറ്റിക് മെറ്റീരിയൽ ഒന്നുപോലെ DNA ആയിരിക്കാം അല്ലെങ്കിൽ RNA ആയിരിക്കാം. ഇതൊരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് അത് നോൺ ലിവിങ് ആയിട്ടായിരിക്കും അത് അറ്റ്മോസ്ഫിയറിൽ കാണാം. ഈ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻസൈഡ് ദ ഹോസ്റ്റ് ഓർഗാനിസം, ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ മെഷീനറിനെയൊക്കെ യൂസ് ചെയ്തിട്ട് അവർ റിപ്ലിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലിവിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിക്കാനും തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു ലിവിങ് ആൻഡ് നോൺ ലിവിങ്ങിന്റെ ബൗണ്ടറി എന്ന് പറയാം. നമ്മൾ പറയില്ലേ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയൊക്കെ ഉള്ള ഒരു എവല്യൂഷൻ ത്രൂ ദ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന പോലെ നോൺ ലിവിങ് എന്ന ലിവിങ് ഓർഗാനിസത്തിലേക്കുള്ള ഒരു എവല്യൂഷൻ ദാറ്റ് ഈസ് ത്രൂ ദ വൈറസസ്. ഓക്കെ, ഇനി നമുക്ക് ഈ വൈറസസിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതിന് കുറച്ച് ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്റ്റർ DJ ഇവാനോസ്കി എന്താ ചെയ്തതെന്ന് വെച്ചാൽ he collected the poisonous fluid from a ഇൻഫെക്റ്റഡ് പ്ലാന്റ്. ഒരു ഇൻഫെക്റ്റഡ് പ്ലാന്റിൽ നിന്ന് ഒരു പോയിസണസ് ഫ്ലൂയിഡ് അദ്ദേഹം കണ്ടുപിടിച്ചു. ആ പോയിസണസ് ഫ്ലൂയിഡ് ആക്ച്വലി ബാക്ടീരിയൽ ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്തിട്ട് പോവാത്ത, അതായത് ബാക്ടീരിയനേക്കാൾ ചെറുതായിട്ടുള്ള ചില ഡിസീസ് കോസ് ചെയ്യുന്ന പാർട്ടിക്കിൾ, ടൊബാക്കോ മൊസൈക്ക് ഡിസീസ് ഉണ്ടായ ടൊബാക്കോ പ്ലാന്റിൽ നിന്ന് അദ്ദേഹം ഐസൊലേറ്റ് ചെയ്തു. അതേപോലെ MW
ബെയ്ജറിനെക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഈ പോയിസണസ് ഫ്ലൂയിഡിനെ എന്നിട്ട് അദ്ദേഹം കേട്ടോ DJ വാനോസ്കിയും അതുപോലെ പാസ്റ്റർ കൂടെ കൂടിയിട്ടാണ് ഈ പറയുന്ന വൈറസ് എന്നുള്ള പേര് കൊടുത്തത്. MW ബെയ്ജറിനിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും വേറൊരു ഹെൽത്തി പ്ലാന്റിൽ ഇൻഫെക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ആ ഫ്ലൂയിഡിനെ കണ്ടാജിയം വൈവം ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്ന് വിളിച്ചു. അതേപോലെ WM സ്റ്റാൻലിയാണ് അതിനെ കവർ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടെന്നും ആ പ്രോട്ടീൻ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നും കണ്ടുപിടിച്ചത്. ശരിക്കും ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ ഒരിക്കലും ക്രിസ്റ്റലൈസേഷൻ നടക്കില്ല. ക്രിസ്റ്റലൈസേഷൻ നടക്കുക എപ്പോഴും നോൺ ലിവിങ് ഒബ്ജക്റ്റിലാണ്. അപ്പോൾ ഇത് നോൺ ലിവിങ് ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? MW സ്റ്റാൻലിയാണ് കേട്ടോ. അതേപോലെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഓർഗാനിസത്തിന് ഒന്നുപോലെ DNA അല്ലെങ്കിൽ RNA ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ വിൽ ബി പ്രസന്റ്. അതുപോലെ അതിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും. ആ പ്രോട്ടീൻ കോട്ടിന് നമ്മൾ ക്യാപ്സിഡ് എന്നാണ് പറയാം. ആ ക്യാപ്സിഡ് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ചെറിയ സബ് യൂണിറ്റ് കൊണ്ടാണ് അതിനെ നമ്മൾ ക്യാപ്സോമിയർ എന്ന് പറയും കേട്ടോ. സാധാരണ വൈറസസ് ദേ ആർ പാരസൈറ്റിക്. അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്ലാന്റ്സിലും ആനിമൽസിലും അതുപോലെ ബാക്ടീരിയയിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. സോ സാധാരണ പ്ലാന്റ് വൈറസസ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസസ് ആണ് സാധാരണ പ്ലാന്റ് വൈറസസ് എന്ന് പറയാറില്ല. അതിനൊരു എക്സെപ്ഷൻ ആണ് കോളിഫ്ലവർ മൊസൈക് വൈറസ്. ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ്. ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് ഒന്നുപോലെ സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആയിരിക്കും. അതുപോലെ ബാക്ടീരിയൽ വൈറസ് ഓർ ബാക്ടീരിയൽ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജിൽ കാണുന്നത് ശരിക്കും ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസ് ആയിരിക്കും. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കണ്ടെയ്ൻ ചെയ്യുന്ന വൈറസസിന് എക്സാമ്പിൾ ആണ് പോളിയോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, ടൊബാക്കോ മൊസൈക് വൈറസ്, HIV. അതേപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA കണ്ടെയ്നിങ് വൈറസസിന് എക്സാമ്പിൾ ആണ് ബ്ലൂ ടങ് വൈറസ്, റിയോ വൈറസ്, വൂണ്ട് ട്യൂമർ വൈറസ്, 5X6 വൈറസ്. ഇനി സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസസിന് എക്സാമ്പിൾ ആണ് 5X174 വൈറസ്, M13 ബാക്ടീരിയോഫേജ് വൈറസ്. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA 5X174 ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതേപോലെ ദിസ് വൈറസസ് ഇറ്റ് കോസസ് ഡിഫറെൻറ്റ് ഡിസീസസ് ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ. അതേപോലെ എയ്ഡ്സ് ഇൻ ഹ്യൂമൻ ഈസ് ഓൾസോ കോസ്ഡ് ബൈ RNA വൈറസ്. ഈ RNA വൈറസിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് റിട്രോ വൈറസസ്. RNA വൈറസസിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് റിട്രോ വൈറസസ്. അതുപോലെ 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് HIV it consists of how many RNA and how many copies of protein. അതായത് 2 RNA ഉണ്ട്, അവർക്ക് 2 റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമും ഉണ്ട് HIV-ക്ക്. ഓക്കെ, HIV-ക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ ഉണ്ട്. സാധാരണ സ്വന്തമായിട്ട് പ്രോട്ടീൻ വൈറസസിന്റെ ഉള്ളിൽ കാണാറില്ല. നമ്മൾ പിന്നെ പറഞ്ഞ വേറൊരു കാര്യമാണ് ഒന്നുപോലെ DNA അല്ലെങ്കിൽ RNA വൈറസിൽ കാണാറുള്ളൂ. അതിനൊരു എക്സെപ്ഷൻ ആണ് വൈറസ് വിത്ത് ബോത്ത് DNA ആൻഡ് RNA, ദാറ്റ് ഈസ് ഇൻ ല്യൂക്കോ വൈറസ്, LEUKO. ല്യൂക്കോ വൈറസിൽ നമുക്ക് DNA-നെയും RNA-നെയും ഒരുമിച്ച് കാണാൻ കഴിയും കേട്ടോ. നൗ നെക്സ്റ്റ് വൺ, ഈ വൈറസിന് പറയുന്ന വേറൊരു ഓൾട്ടർനേറ്റ് നെയിം ആണ് വിറിയോൺ എന്ന് പറയുന്നത് കേട്ടോ. വിറിയോണും വൈറസസും ഒന്ന് തന്നെയാണ്. അതേപോലെ 1971 ടിവോ ഡൈനീർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് വൈറോയിഡ്. വൈറോയിഡ് എന്ന് പറയുന്ന നേക്കഡ് വൈറസിനാണ് വൈറോയിഡ് എന്ന് പറയുന്നത്. അതായത് പ്രോട്ടീൻ കോട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇൻഫെക്ഷ്യസ് RNA വിൽ ബി പ്രസന്റ്. ആ RNA-ക്ക് മോളിക്കുലർ വെയിറ്റ് വളരെ കുറവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ RNA മതി ഇൻഫെക്ഷൻ കൊടുക്കാനായിട്ട് പല ഓർഗാനിസത്തിലും. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് വൈറോയിഡ്സ്. ഇതിനെ കണ്ടുപിടിച്ച് 1971 ടിവോ ഡൈനീർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. അതുപോലെ നെക്സ്റ്റ് അതിൻ്റെ പ്രോട്ടീൻ കോട്ട് മാത്രം ഇൻഫെക്ഷൻസ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ പ്രയോൺസ് എന്ന് പറയുന്നത്. പ്രയോൺസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിക്കിളാണ്. ന്യൂറോളജിക്കൽ ഡിസീസസ് ഒക്കെ ഉണ്ടാക്കുന്ന പാർട്ടിക്കിളാണ് പ്രയോൺസ് കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി, സാധാരണ മാഡ് കൗ ഡിസീസ്, മാഡ് കൗ കാറ്റിൽ കാണുന്ന ഒരു ഡിസീസാണ് മാഡ് കൗ ഡിസീസ്. അത് ഉണ്ടാക്കുന്ന ഈ പ്രയോൺ ആണ്. അതേപോലെ ദാറ്റ് ഈസ് അനലോഗസ് ടു ദ ക്രൂസിഫെൽറ്റ്
ജേക്കബ് ഡിസീസ്, ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസ് ഇൻ ഹ്യൂമൻ, അതായത് മാഡ് കൗ ഡിസീസ് പോലെ തന്നെ ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ഈ ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, CR ജേക്കബ് ഡിസീസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രൂസിഫെൽറ്റ് അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോ. CREUTZFEDLT, Jacob disease. And we can see there is another disease which is caused by this prion is kuru. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. Laughing death, it is a physiological and neurological effect. It is, they will lose the control of the coordinated activity of muscles and movement. Muscular movement in the coordinated activity lose ചെയ്യുന്ന ഒരു ഡിസീസാണ് കുരു എന്ന് പറയുന്നത്. അതിന് ലാഫിംഗ് ഡെത്ത് എന്നും പറയും. ഇനി നമ്മുടെ RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ഓർഗാനിസം ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. ലൈക്കൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഓരോ ഓർഗാനിസം പോലെ കാണുന്നുണ്ടെങ്കിലും ദാറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഓർഗാനിസം. ഇറ്റ് വിൽ ബി ഹാവിങ് കോമ്പിനേഷൻ ഓഫ് 2 ഓർഗാനിസംസ്. അത് ആൽഗയും ഫംഗസും കൂടി കൂടിയതാണ് കേട്ടോ. അതിൻ്റെ ആൽഗൽ പോർഷന് നമ്മൾ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ കമ്പോണൻറ്റിന് നമ്മൾ മൈക്കോബയോണ്ട് എന്നുമാണ് പറയുക. അതിനകത്ത് ആൽഗൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് സാധാരണ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അതേപോലെ ഫംഗൽ കമ്പോണൻറ്റ് എന്ന് പറയുന്ന ബസീഡിയോമൈസീഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താണ് സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്ന ഓർഗാനിസം ആണ്. അതുകൊണ്ട് തന്നെ ലൈക്കനെ ഒരു ഓർഗാനിസം എന്ന് പറഞ്ഞ് RH വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിട്ടില്ല. അതേപോലെ ലൈക്കനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ലിറ്റ്മസ് ലൈക്കനിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് റോക്സെല്ല. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലിറ്റ്മസ് ഒബ്റ്റെയിൻ ഫ്രം ലൈക്കൻ, ദാറ്റ് ഈസ് ഫ്രം ദ റോക്സെല്ല. അതേപോലെ നമുക്ക് ഈ ലൈക്കനെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ലൈക്കനെ യൂസ് ചെയ്യാൻ കഴിയും. ലൈക്കനെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പൊല്യൂഷൻ സൾഫർ ഡൈ ഓക്സൈഡിന്റെ പൊല്യൂഷൻ ഉള്ള ഭാഗത്ത് ലൈക്കൻ വളരില്ല. അതായത് പൊല്യൂട്ടഡ് ഏരിയ ആണോ അല്ലയോ എന്ന് അറിയാൻ അവിടെ ലൈക്കന്റെ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. Okay, so it is used as a pollution indicator also. Biological classification എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. So in the next class we'll study plant kingdom.